പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 75-ാമത്തെ ക്ലാസ്സിലേക്കായി 2026 മാർച്ച് മാസം 10-ാം തീയതി എല്ലാവരെയും ക്രിസ്തുയേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ച് ഈ ക്ലാസ്സിലെ തുടർ പഠനത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് പ്രതികാര ദിവസത്തിൻ്റെ അവസാന സന്ദർഭങ്ങളെക്കുറിച്ചാണ്. അതിനുശേഷമായി ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ട്, മൂന്നാമത്തെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തിൻ്റെ ക്രോധ ദിവസം അടുക്കുന്നുവെന്നും അത് ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ കലപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമത്യം ഭൂമിയിലെ സകല ജാതികളും ദുഷ്ടന്മാരും ആരെല്ലാം മറ്റേ അനീതിയുടെ ഭരണത്തിന് കൂട്ടുനിൽക്കുന്നുവോ അവരെല്ലാവരും അനുഭവിക്കേണ്ടി വരും എന്നുള്ള ദൂതൻ അറിയിക്കുന്നതിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ച് നിർത്തിയത്. തുടർന്ന് നാം ചിന്തിക്കുന്നത് എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തോടുള്ള ബന്ധത്തിൽ അതിൻ്റെ അവസാന സമയങ്ങളിലേക്ക് അടുക്കുമ്പോൾ ഒന്നാമത്തെ പുനരുത്ഥാനം നടക്കുന്നതിനുള്ള ബന്ധത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് ഇന്ന് രാത്രി തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഇതുവരെ നാം ചിന്തിച്ച വിഷയങ്ങളെ ഒന്ന് നാം അവലോകനം ചെയ്ത് മനസ്സിലാക്കുകയാണെങ്കിൽ, കർത്താവിൻ്റെ പ്രതികാര ദിവസത്തിൻ്റെ പൂർത്തീകരണത്തിൽ പുതിയ യെരൂശലേമിനോട് ചേർക്കപ്പെടുവാനുള്ള പഴയ വിശുദ്ധന്മാരുടെ എണ്ണം ആണ് മുന്നമേ പൂർത്തീകരിക്കപ്പെടുന്നത് എന്നുള്ളത് നമുക്കത് വചനത്തിൻ്റെ തുടർഭാഗം വായിക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ അന്ന് രക്തസാക്ഷിത്വം വരിക്കുന്നവരിൽ 2 കൂട്ടരാണുള്ളതെന്നുള്ളത് നമുക്കറിയാം. ഒന്ന് ദൈവകൽപ്പന പ്രമാണിക്കുന്ന സഹഭൃത്യന്മാരുടെ പദവിയിലുള്ളവരും യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യമാകുന്ന സുവിശേഷത്തിൻ്റെ സാക്ഷികളാകുന്ന സഹോദര പദവിയിലുള്ളവരുമാണ് രക്തസാക്ഷികളാകുന്നവരുടെ കൂട്ടത്തിൽ ഉള്ളതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഈ പ്രതികാര ദിവസത്തിൻ്റെ പൂർത്തീകരണത്തിന് ശേഷമായി സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിളിച്ചു പറയുന്നതിനുള്ള ബന്ധത്തിൽ മറ്റൊരു ദൂതൻ പറഞ്ഞതിന് ശേഷമായി സ്വർഗം വിളിച്ചു പറയുന്ന ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതികാര ദിവസത്തിൻ്റെ അവസാനത്തെങ്കിൽ ഇസ്രായേലിൽ നിന്ന് രക്തസാക്ഷിത്വം വരിക്കാനുള്ള 144,000 പേരുടെ എണ്ണം പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ളത് നാം വ്യാഖ്യാനിക്കുന്നത്. അതിനായി ഇന്ന് രാത്രി നാം തുടർന്ന് ചിന്തിക്കുന്നത് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യമാണ്. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നുവെന്ന് ആത്മാവ് പറയുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് സ്വർഗാസുരത്തെത്തിയ ശേഷമായി ഡിക്ലെയർ ചെയ്യുന്ന, പ്രഖ്യാപിക്കുന്ന ചില സന്ദർഭങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട സന്ദർഭമാണിത്. ഇതുവരെയും 3 ദൂതന്മാരാണ് 14-ാം അധ്യായത്തിലെ 3 സന്ദർഭങ്ങളുടെ ബന്ധത്തിൽ കാര്യങ്ങളെ വെളിപ്പെടുത്തിയെങ്കിൽ ഇവിടെ പരിശുദ്ധാത്മാവ് അഥവാ ദൈവം തന്നെ വെളിപ്പെടുത്തുകയാണ്, ഒരു കൂട്ടരുടെ എണ്ണം പൂർത്തീകരിക്കപ്പെട്ടു, എന്നാൽ മറ്റൊരു കൂട്ടർ കൂടി പൂർത്തീകരിക്കപ്പെടുവാൻ ഉണ്ട് എന്ന് സൂചന നൽകുന്ന ഒരു കാര്യമാണ് സ്വർഗത്തിൽ നിന്ന് ആത്മാവ് ഡിക്ലെയർ ചെയ്യുന്നത്, പ്രഖ്യാപിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ സ്വർഗത്തിൽ ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നുവെന്ന് ആത്മാവ് പറയുന്നു. അപ്പോൾ ഇങ്ങനെ പ്രവചനത്തിൽ വചനം രേഖപ്പെടുത്തുകയുള്ളൂ. അത് ഇൻ്റർപ്രറ്റ് ചെയ്ത് വ്യാഖ്യാനിച്ച് എടുക്കേണ്ട ഉത്തരവാദിത്വം പരിശുദ്ധമാവ് നൽകിയിരിക്കുകയാണ്. അത് ഈ അർത്ഥത്തിൽ നിന്ന്, ഈ വചനത്തിൽ നിന്ന്. അപ്പോൾ 3 ദൂതന്മാർ പറഞ്ഞ ശേഷമായി 1-ാമത്തെ ദൂതൻ പറയുന്നതിനെ കുറിച്ച് നമുക്കറിയാം, നിത്യസുവിശേഷം അറിയിക്കുന്നതിനെ കുറിച്ചാണ്. അതിൻ്റെ 6-ാം വാക്യം 14-6, 8-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ബാബിലോൺ വീണുപോയതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 3-ാമത്തെ ദൂതൻ പറയുന്നത് ക്രോധ ദിവസം അടുക്കുന്നു, അതുകൊണ്ട് ആരും മുദ്രയൊന്നും ഏൽക്കാതെ സഹിഷ്ണുതയോടെ കാത്തു നിൽക്കണം അവസാനം വരെ എന്നുള്ളതാണ് 3-ാം ദൂതൻ പറയുന്നത്. അപ്പോൾ 4-ാമത്തെ സംഭവമായി നടക്കുന്നത്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അതേ, അവർ തങ്ങളുടെ
പ്രയത്നങ്ങൾ വിശ്രമിക്കേണ്ടതാകുന്നു, അവിടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. അപ്പോൾ ഇതുവരെയും മരിച്ചവർ ഭാഗ്യവാന്മാരല്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ഇവിടെ എടുത്തു പറയുന്നത് ഈ ഇന്ന് വരെ, അഥവാ ഈ പ്രതികാര ദിവസം അവസാനിക്കുന്നത് വരെയും ഈ വിശുദ്ധന്മാരുടെ ഗണത്തിൽപ്പെട്ട പഴയ നിയമത്തിന്റെ ന്യായപ്രമാണത്തെ സ്വീകരിച്ചു വന്നിരുന്ന 144,000 പേര് ഉണ്ടായിരുന്നു. അവരുടെ എണ്ണം തികഞ്ഞു. എന്നാൽ ഇന്നു മുതൽ എന്ന് പറഞ്ഞാൽ ഈ പ്രതികാര ദിവസം തുടങ്ങി പ്രതികാര ദിവസം തീർന്ന ശേഷമായി സേനാ ദിവസം ആരംഭിക്കുന്ന സമയം വരെയുള്ള സമയത്തിന്റെ അതെത്ര നമുക്കറിയത്തില്ല. അപ്പോൾ അത് ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അപ്പോൾ ഈ മൃതന്മാർ ആരാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഇപ്പൊ ഇതിനെ 2 കൂട്ടരുണ്ടെങ്കിൽ ഇവർ 2 കൂട്ടരുണ്ടോ എന്നുള്ളത് നമ്മൾ എങ്ങനെ വ്യാഖ്യാനിച്ചെടുക്കും, അതിനുള്ള തെളിവെന്താണ് എന്നുള്ളതാണ് ഇന്ന് രാത്രിയിൽ നാം അതേക്കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ മൃതന്മാർ എന്നുള്ളൊരു ഭാഗം നമുക്ക് കിട്ടി. അതിൽ നിന്നും അത് ഒരു പ്രത്യേക ഗണത്തെ കുറിക്കുന്നതാണ് എന്നുള്ളത് നാം ഗ്രഹിച്ചെടുത്തു. എന്നാൽ അതിന് അനുകൂലമായിട്ടുള്ളതും അത് സത്യസന്ധമായിട്ടുള്ളതുമാണ് എന്നുള്ളത് വെളിപ്പെടുത്തുവാൻ വേണ്ടി ഈ മൃതന്മാർ ആരാകുന്നു എന്നുള്ളത് ഗ്രഹിക്കാൻ വേണ്ടി ഞാൻ ഒരു വാക്യം വായിക്കാം. അത് യെശയ്യാവിന്റെ പ്രവചനം 26-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യമാണ്. നിന്റെ മൃതന്മാർ ജീവിക്കും, എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും, പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്ന് ഘോഷിപ്പീൻ, നിന്റെ മഞ്ഞ് പ്രഭാതത്തിലെ മഞ്ഞുപോലെ ഇരിക്കുന്നു, ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന വചനം അത് 110-ാം സങ്കീർത്തനത്തോടുള്ള ബന്ധത്തിലും ഈ പറഞ്ഞിരിക്കുന്ന യെശയ്യാവ് പ്രവചിച്ചിരിക്കുന്ന വചനവും കൂടി നാം ഒരുമിച്ച് ചിന്തിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ലോകാവസാനത്തിന്റെ അന്ത്യത്തെങ്കിലേക്ക് അടുക്കുമ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനെ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ. അത് 1-ാമത്തെ പുനരുത്ഥാന ബന്ധത്തിലാണ് തുറന്നു വയ്ക്കുന്നത്. വാതിലുകളെ, എൻ്റെ ജനമേ വന്ന് നിന്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്ക, ക്രോധം കടന്നു പോകുവോളം അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കുക. കർത്താവിൻ്റെ 2-ാമത്തെ പ്രത്യക്ഷയോട് ബന്ധത്തിൽ നടക്കുന്ന മഹാക്രോധം നടന്നു പോകുമ്പോൾ വാതിലുകളെ അടയ്ക്കത്തക്കവണ്ണം അറകളിൽ കടത്തി നീതിമാന്മാരായിരിക്കുന്ന വൃദ്ധന്മാരെ ദൈവം സൂക്ഷിക്കും. അതേക്കുറിച്ച് കർത്താവ് 2-ാമത്തെ വചനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുക. പക്ഷേ ഈ യെശയ്യാവിന്റെ പ്രവചനം 26-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളാണ് എന്ന് വെളിപ്പെടുത്താൻ വേണ്ടി ഞാൻ വായിച്ചതേ ഉള്ളൂ. അതിന്റെ വിശദീകരണം പിന്നീട് തരും. ഇപ്പോൾ ഇവിടെ 2 കൂട്ടരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിന്റെ മൃതന്മാർ ജീവിക്കും, എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും, പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്നു ഘോഷിപ്പീൻ, നിന്റെ മഞ്ഞ് പ്രഭാതത്തിലെ മഞ്ഞ് പോലെ ഇരിക്കുന്നു, ഭൂമി പ്രേതന്മാരെ ഇത് 1-ാമത്തെ പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ നാം അതിനെ വ്യാഖ്യാനിച്ച് പഠിക്കുന്നതായിരിക്കും. എന്നാൽ ഇവിടെ 2 കൂട്ടരുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി നിന്റെ മൃതന്മാർ എന്നുള്ളതും അതുപോലെ എൻ്റെ ശവങ്ങൾ എന്നുള്ളതും 2 വ്യത്യസ്തമായിരിക്കുന്ന ആൾക്കാരുടെ 2 ഗ്രൂപ്പിന്റെ പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ എൻ്റെ ശവങ്ങൾ അഥവാ 144,000-ഓളം ബന്ധത്തിലൂടെ എണ്ണം പൂർത്തീകരിക്കപ്പെട്ടെന്നും ഇനി ശേഷിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ സാക്ഷ്യമുള്ള സുവിശേഷത്തിന്റെ രക്തസാക്ഷികളാകാനുള്ള മൃതന്മാരാണ് എന്നുള്ളതുമാണ് ഇവിടെ നമ്മൾ വ്യാഖ്യാനിച്ചെടുക്കുന്നത്. അപ്പോൾ നിന്റെ മൃതന്മാർ, അപ്പോൾ ഒരാൾ മറ്റൊരാൾ പറയുന്ന രീതിയിലൂടെ സംസാരിക്കുമ്പോൾ നിന്റെ മൃതന്മാർ ജീവിക്കും, എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും എന്ന് പറയുമ്പോൾ പുത്രനാം ദൈവം പിതാവാം ദൈവം പുത്രനാം ദൈവത്തോട് പറയുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിന്റെ മൃതന്മാർ ജീവിക്കും, അഥവാ രക്തസാക്ഷികളാകുന്ന അവർ ജീവിക്കും, എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും. പഴയ നിയമത്തിന്റെ 144,000 എന്ത് ചെയ്യും? പുനരുത്ഥാനം പ്രാപിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് സംഭവിക്കേണ്ടത് 1-ാമത്തെ പുനരുത്ഥാനത്തിലാണ്. അപ്പൊ അതിനോടുള്ള ബന്ധത്തിൽ നാം അവിടെ അത് വ്യാഖ്യാനിക്കും. എന്നാൽ ഇവിടെ ഈ എൻ്റെ ശവങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന പിതാവാന്തയും പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തോടുള്ള ബന്ധത്തിലുള്ള 144,000-ന്റെ എണ്ണം പൂർത്തീകരിക്കപ്പെട്ടത് കൊണ്ടാണ് അതിനെ ഒഴിവാക്കിക്കൊണ്ട് ആത്മാവ് പ്രഖ്യാപിക്കുന്നത്. ഞാൻ സ്വർഗ്ഗത്തിൽ ശബ്ദം കേട്ടു, അത് പറഞ്ഞത് എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അതെ അവർ തങ്ങളുടെ പ്രയത്നങ്ങൾ നിർവഹിച്ചു. അപ്പോൾ ഇവിടെ ഇതിനു മുമ്പ് മരിച്ചുപോയ കർത്താവിൻ്റെ മൃതന്മാരിൽ പെടുന്നവരുണ്ട്, അതുപോലെ ഇനി ശേഷിക്കുന്നവരുണ്ട്. എന്നാൽ എൻ്റെ ശവങ്ങൾ എന്ന
അവിടെ പിതാവാൻ ദൈവം പറഞ്ഞിരിക്കുന്ന ഇസ്രായേൽ 144 കൂടി ഇവിടെ പറയാത്തത് അവരുടെ എണ്ണം പൂർത്തീകരിക്കപ്പെട്ടത് കൊണ്ടാകുന്നു എന്നുള്ളത് വ്യാഖ്യാനിക്കുമ്പോൾ വ്യാഖ്യാനത്തിനകത്ത് തെറ്റില്ല, അപാകതയില്ല എന്നുള്ളതാണ് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ ഈ മൃതന്മാർ എൻ്റെ ശവങ്ങൾ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിൻ്റെ പുറകിൽ മറിഞ്ഞിരിക്കുന്ന നിരവധി മർമ്മങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കണം എന്നുള്ളതും ഇന്ന് രാത്രിയിൽ ഈ ക്ലാസ്സിനുള്ള ബന്ധത്തിൽ അറിയിക്കുകയാണ്. പക്ഷേ ഇത് സ്ഥാനത്ത് വളരെ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നമുക്ക് പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് ശവസ്കാര ശുശ്രൂഷയുള്ള ബന്ധത്തിൽ, വിശുദ്ധന്മാരുടെ ബന്ധത്തിൽ അതൊക്കെ കേൾക്കുന്നത് ദാനിയേലേ പൊയ്ക്കൊള്ളുക, കാലാവസാനത്ത് നിന്റെ ഓഹരിയിലേപ്പാൻ നീ എഴുന്നേറ്റ് വരുമെന്നൊക്കെ പറയുന്നത് അസ്ഥാനത്ത് പ്രയോഗിക്കുന്ന വാക്യങ്ങളാണ്. അപ്പൊ ദാനിയേല് എഴുന്നേറ്റ് വരുന്ന ഒരു പുനരുത്ഥാനത്തിലാണോ കർത്താവിന്റെ കുഞ്ഞാടിന്റെ മണവാട്ടി പുനരുത്ഥാനം പ്രാപിക്കുന്നത്? അല്ല. പക്ഷേ അത് പറഞ്ഞു പോകുന്നു, എല്ലാവരും ഇങ്ങനെ പറഞ്ഞു പോകുന്നു, അങ്ങനെ അത് ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അന്നേരം അത് എഴുന്നേറ്റ് തെറ്റാണെന്നൊന്നും നമ്മൾ പറയണ്ട. പക്ഷെ അത് അങ്ങനെ പലതും നമുക്ക് വചനങ്ങൾ പറയുന്നതിൻ്റെ അകത്ത് നിന്ന് അത് ആ സമയത്തോട് യോജിക്കുന്ന കാര്യങ്ങളല്ല എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം അത് പരിശുദ്ധാത്മാവിന്റെ ഉൾക്കാഴ്ച കിട്ടിയെങ്കിൽ മാത്രമേ അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു മർമ്മം അറിയാവുന്ന ആൾക്ക് ശരീരം തൊടാൻ പേടിയാണ്. കാരണം എവിടെ തൊട്ടാലും മർമ്മങ്ങളാണ്. അപ്പോൾ ദൈവവചനത്തിന് മർമ്മങ്ങൾ അറിയാവുന്നവര് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഉൾക്കാഴ്ച കിട്ടിയവരെല്ലാം എല്ലായിടത്തും പ്രസംഗിക്കത്തില്ല, എല്ലാത്തിനും കൂട്ടി ബന്ധിപ്പിക്കത്തില്ല. അപ്പൊ അതിൻ്റെതായിട്ടൊരു സ്ഥാനമുണ്ട്, ഒരു പ്ലേസ് ഉണ്ട്. അത് ആ സ്ഥലത്ത് മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളവർ അങ്ങനെ പ്രസംഗിക്കത്തില്ല, അങ്ങനെ പറയത്തില്ല, അവരങ്ങനെ ഉപയോഗിക്കത്തില്ല. കാരണം അവർക്ക് അതിന്റെ മർമ്മം അറിയാം. ഞാൻ പറഞ്ഞല്ലോ, ശരീരത്തിന്റെ മർമ്മങ്ങൾ അറിയാവുന്നവർ ശരീരം തൊടാൻ പേടിക്കും, അല്ലാത്ത എവിടെ കയറി പിടിക്കും. അപ്പൊ ഈ മർമ്മം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എനിക്കറിയത്തില്ല. അപ്പൊ അത് അറിയാവുന്ന ഒരാളാണെങ്കിൽ നമ്മൾ പിടിക്കുന്നവരെ പിടിക്കത്തില്ല. കാരണം ഒരു കുഞ്ഞിനെയൊക്കെ പിടിക്കുമ്പോൾ നമ്മൾ കയറി ആ കൊച്ചുങ്ങളെയൊക്കെ ചിലപ്പോൾ കയ്യിലൊക്കെ പിടിക്കും. പക്ഷെ അത് അറിയാവുന്ന ഒരാൾ പിടിക്കത്തില്ല, അതിനെ ബാധിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട്. ഇന്ന് പറഞ്ഞതുപോലെയാണ്, ദൈവവചനത്തിന്റെ ഉൾക്കാഴ്ച കിട്ടുമ്പോൾ അവർക്ക് എല്ലാ വചനങ്ങളും എടുത്ത് ഇന്നത്തെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും എടുത്ത് പ്രസംഗിക്കാം. പക്ഷെ അതിന്റെ പുറകിൽ മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് അറിയത്തില്ല. ദാനിയേലേ പൊയ്ക്കൊള്ളുക, കാലാവസ്ഥാനത്തിന്റെ ഓഹരിയിലേപ്പാൻ എഴുന്നേറ്റ് വരുമെന്ന് പറഞ്ഞ് അല്ല ഒരു വിശുദ്ധനായിരിക്കുന്ന പുതിയ നിയമസഭയുടെ മണവാട്ടി സഭയിൽപ്പെടുന്ന ഒരാളെ ശവടക്കം. ഞാൻ പറഞ്ഞല്ലോ, അതങ്ങനെ അവർ പറയുന്നതുകൊണ്ടല്ല എഴുന്നേറ്റ് വരുന്നത്, കഥ പറയുന്ന പോലെ പറഞ്ഞോട്ടെ. ഇവരാരും ഞാൻ ശവടക്കുന്ന സമയത്ത് ആരെന്തെല്ലാം പറഞ്ഞാലും അതൊക്കെ ജീവനോടിരിക്കുന്നവർക്ക് കേൾക്കാനേ പറ്റുള്ളൂ. ബാക്കി മരിച്ചുപോയ ആൾക്കാരുടെ കാര്യം ദൈവം തീരുമാനിക്കും. ഇവിടെ നമ്മളെല്ലാം കൂടി പറയുക വിശുദ്ധനാണ് എഴുന്നേറ്റ് വരും എന്നൊക്കെ പറഞ്ഞാലൊന്നും എഴുന്നേറ്റ് വരത്തില്ല. ദൈവത്തിന്റെ കാര്യപരിപാടി. ഞാൻ ദൈവം എഴുതുന്ന പുസ്തകങ്ങൾ എന്നൊരു പുസ്തകം ദൈവം വെച്ചാൽ അത് എഴുതുവാൻ താല്പര്യപ്പെടുന്നുണ്ട്. ദൈവം വെച്ചാൽ ഫാമിലി കോൺഫറൻസ് എടുക്കുന്ന സബ്ജക്റ്റും അതായിരിക്കും, ദൈവം എഴുതുന്ന പുസ്തകങ്ങൾ. അതിൻ്റെ അകത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ദൈവം എന്തൊക്കെ എവിടെയൊക്കെ ആരെക്കുറിച്ചൊക്കെ എഴുതുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പഠിപ്പിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മളത് മനസ്സിലാക്കി എടുക്കണം. അപ്പം നമ്മളെല്ലാവരും കൂടി പറഞ്ഞാൽ ഒരുവനെ ആ സമയത്ത് എഴുന്നേൽപ്പിക്കത്തില്ല. അത് എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിന്റെ അവസാനത്തെ എൻ്റെ ഫയൽ ക്ലോസ് ചെയ്യുമ്പോൾ ദൈവമാണ് രേഖപ്പെടുത്തുന്നത് ഏത് പുസ്തകത്തിലാണ് ഇവനെ ഉൾപ്പെടുത്തുന്നുള്ളത്. ദൈവമാണത് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ നിരവധി 7 പുസ്തകങ്ങളുണ്ട്. അതിനകത്ത് എവിടെയാണ് രേഖപ്പെടുത്തുന്നുള്ളത് ദൈവമാണ് തീരുമാനിച്ച് അത് ക്ലോസ് ചെയ്യുന്നത്. ആ സമയത്ത് അത് വരും. അല്ലാതെ നമ്മൾ എത്ര പേര് ഇവിടെ കിടന്ന് എന്തെല്ലാം പറഞ്ഞാലും അത് ജീവനോടിരിക്കുന്നവർ കേൾക്കാൻ പറ്റും, അതല്ലാതെ മരിച്ചുപോയ ഒരാളുടെ ജീവിതത്തിന്റെ മരണാനന്തര നിരയോ പുനരുത്ഥാന നിരയോ മാറ്റുവാൻ കഴിയത്തില്ല. അവിടെ ദാനിയേലേ പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസ്ഥ എഴുന്നേറ്റ് വരും എന്നുള്ളത് നമ്മുടെ സംസ്കാര സൃഷ്ടികളിൽ ദൈവസഭയുടെ ബന്ധത്തിൽ പറയുന്നത് അസ്ഥാനത്താണ്. കാരണം ദാനിയേൽ പുനരുത്ഥാനം പ്രാപിക്കുന്ന സമയത്തല്ല കർത്താവിന്റെ മണവാട്ടി സഭ പുനരുത്ഥാനം പ്രാപിക്കുന്നത്. തമ്മിൽ അന്തരമുണ്ട്, വ്യത്യാസമുണ്ട്. അങ്ങനെയുള്ളവർക്ക് അത് പറയാൻ പറ്റത്തില്ല. ഇവിടെ പറയുന്ന ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, ഇത് പലപ്പോഴും പറയുന്ന കാര്യമാണ്. പക്ഷെ അത് ഭാവികാല സംഭവത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ 2000 വർഷമായി ദൈവസഭയുടെ അംഗങ്ങൾ അവര് മരിച്ചുപോയി, അവര് പുനരുത്ഥാനത്തിൽ പങ്കെടുക്കേണ്ട 3-ാം സ്വർഗത്തിൽ അവർ വിശ്രമിക്കുന്നു. അപ്പോൾ അവർ വിശ്രമിക്കുന്നു, അവര് മഹാഭാഗ്യവാന്മാരാണ്. അതിനുള്ള ബന്ധത്തിൽ ഈ എതിർക്രിസ്തുവിന്റെ ഭരണത്തിൽ സംഭവിക്കാനുള്ള വെളിപ്പാടോസ്തം സംഭവിക്കാനുള്ള കാര്യങ്ങളാണല്ലോ, മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങളാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഒരാൾ മരിക്കുമ്പോൾ അവരെ അടക്കം ചെയ്യുമ്പോൾ എങ്ങനെ ഈ വചനം ഉപയോഗിക്കുന്നത്? അതൊരിക്കലും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ എന്ന് പറയുമ്പോൾ 2026 മുതലാണോ? ഏത് ദിവസമാണത്?
അത് എന്നു മുതലാണ് എന്നുള്ളത് വെളിപ്പെടുത്തുവാനാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. എന്നു മുതൽ എന്ന് ചോദിച്ചാൽ എതിർക്രിസ്തുവിന്റെ ഭരണത്തിന്റെ ആരംഭത്തോടു കൂടി രക്തസാക്ഷികളാകുന്ന 144,000-ന്റെയും അതുപോലെ സഭയുടെ എണ്ണിക്കൂടാത്ത ഒരു പുരുഷാരമാകുന്ന ജാതികളുടെ സംഖ്യയുടെ എണ്ണവും പൂർത്തീകരിക്കപ്പെടുവാൻ വേണ്ടി രക്തസാക്ഷികൾത്തം വരിച്ചുകൊണ്ടേയിരിക്കും. അത് പ്രതികാര ദിവസമാകുമ്പോൾ അന്ന് 144,000-ന്റെ എണ്ണം പൂർത്തീകരിക്കപ്പെടുന്നു. എന്നാൽ ജാതികളുടെ സംഖ്യ പൂർത്തീകരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് അത് പൂർത്തീകരിക്കപ്പെടുന്നത് ചില ദിവസങ്ങൾ കൂടി കഴിഞ്ഞിട്ടാണ് എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയുള്ള ആ പ്രഖ്യാപനത്തിലാണ് ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വളരെ എന്നാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവിനായിട്ട് നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 12-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യം കൂടി വായിക്കുമ്പോൾ അത് നമുക്കത് ജാതികളുടെ സംഖ്യയുടെ എണ്ണം പൂർത്തീകരിക്കപ്പെടണം എന്നുള്ളത് രേഖപ്പെടുത്തിയിരിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. വിടിവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. ഞാൻ അവരുടെ പാവങ്ങളെ നീക്കുമ്പോൾ ഇതാ ഞാൻ അവരോട് ചെയ്യുന്ന നിയമം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ റോമർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ അവൻ പറയുകയാണ്, നിങ്ങൾ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് പറഞ്ഞാൽ ഒരു രഹസ്യമുണ്ട്. ദൈവസഭയുടെ സുവിശേഷത്തിന് ശേഷിപ്പിലായിരിക്കുന്നവരുടെ ഈ സംഖ്യ അഥവാ ഈ സഹോദരന്മാരുടെ സംഖ്യ എന്നുള്ളത് ഒരു മർമ്മമാണ്. അത് തികയപ്പെടണം. 144,000 എന്നുള്ളത് പ്രഖ്യാപിത നമ്പറാണ്. അതൊന്നും കുറയത്തില്ല, ഒന്നും കൂടത്തുമില്ല. ലോകത്തിലുള്ള ആരെല്ലാം പരിശ്രമിച്ചാലും ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ തച്ചുടച്ച് കളയുവാൻ, അവരെ വംശഹത്യ ചെയ്ത് ഇല്ലാതാക്കാൻ വേണ്ടി കഴിയത്തില്ല. കാരണം കർത്താവ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് എല്ലാ ഗോത്രങ്ങളിൽ നിന്നും 12,000 പേരെ വെച്ച് ദൈവം എടുക്കുമെന്ന് പറഞ്ഞാൽ ദൈവം എടുത്തിരിക്കും. അതേക്കുറിച്ചുള്ള കാര്യം നമ്മൾ പഠിച്ചിരുന്നു. ചില ഗോത്രങ്ങൾ അതിനോട് ചെറുത് കൂടിയ കിടക്കുന്നത്, അതിനകത്ത് ദാൻ ഗോത്രമില്ല എന്നും എബ്രഹീം ഗോത്രമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ദാൻ എന്നുള്ള ന്യായവിധി ആയതുകൊണ്ട് ഈ ഗോപുരങ്ങളുടെ പേരുകളിൽ അത് എഴുതപ്പെടുമ്പോൾ ദാൻ എന്ന് പറഞ്ഞാൽ പുതിയ യെരൂശലേമിൽ പിന്നെ ന്യായവിധി ഇല്ലാത്തതുകൊണ്ട് അവിടെ ന്യായവിധി എന്ന പേര് വരാൻ കഴിയാത്തതുകൊണ്ടാണ് ദാൻ ഗോത്രത്തെ ഒഴിവാക്കിയാൽ ദാൻ ഗോത്രത്തെ മറ്റൊരു ഗോത്രത്തോടുകൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതും എബ്രഹീം ഗോത്രത്തോടുള്ള ബന്ധത്തിൽ വർധനവാണെന്നും, എന്നാൽ പുതിയ ആകാശ പുതിയ ഭൂമിയിൽ വർധനവില്ലാത്തത് കൊണ്ട് ആ പേര് ഒഴിവാക്കി. പക്ഷെ അവര് ഉൾപ്പെടുന്നത് യോസഫിന്റെ ഗ്രൂപ്പ് പേര് ഉൾപ്പെടുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിരുന്നു. അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, ഈ ദൈവം എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ അത് വളരെ വിശാലമായ അർത്ഥത്തിൽ ആണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിനകത്തൊരു മാറ്റമില്ല. ശരിയല്ലേ? പുതിയ യെരൂശലേമിന്റെ അകത്ത് ന്യായവിധി എല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഗോപുരത്തിന്റെ പേര് ദാനം എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് എത്ര അർത്ഥശൂന്യമായ കാര്യമാണ്. കാരണം പിന്നെ ന്യായവിധി ഉണ്ടോ? ന്യായവിധി ഇല്ല, ന്യായവിധി കഴിഞ്ഞു. അതുകൊണ്ടാണ് ദാൻ ഗോത്രത. അല്ലാതെ അത് പാമ്പിന്റെ സ്വഭാവം ഉള്ളതാണെന്നോ യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദ ആ ഗോത്രത്തിൽപ്പെട്ടവനാണെന്നോ ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവർ. അതൊന്നും ശരിയായിട്ടുള്ള ഒരു വ്യാഖ്യാനമല്ല. അത് ഓരോരുത്തരുടെ മനസ്സിൽ ചൂട് വെച്ച് പഠിപ്പിക്കുന്ന, അല്ലാതെ അതിനകത്ത് യാതൊരു ന്യായമുള്ള കാര്യമല്ല. പക്ഷെ ഇതിനകത്തൊക്കെ പരിജ്ഞാനത്തോടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ അത് പരിജ്ഞാനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ന്യായവിധി എന്നുള്ളത് ദാന്റെ ദൗത്യം, ആ ഗോത്രത്തിന്റെ ആ ദൗത്യം പിന്നീട് ഇല്ലാത്തത് വേണ്ട. എബ്രഹീം എന്നുള്ള പേര് മാറ്റാൻ കാരണം എബ്രഹീം ഇല്ല. കാരണം എബ്രഹീം ഗോത്രത്തിന് ആരും രക്ഷിക്കപ്പെടാത്തതുകൊണ്ടല്ല. അവരും തെറ്റാ ചെയ്തത്, അവരും തെറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ദാനെ മാറ്റിയത് എങ്ങനെയാണെങ്കിൽ എബ്രഹീമിനെ എന്തുകൊണ്ട് മാറ്റി? എന്നാൽ എബ്രഹീമിനെ ഉൾപ്പെടുത്തിയ യോസഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എബ്രഹീം വർധനമെന്നാണ് അർത്ഥം. വർദ്ധിക്കേണ്ട ആവശ്യമില്ല, വർധനവും ഇല്ല, അതുകൊണ്ടാണ് മാറ്റിയത്. അതാണ് നമ്മളത് പഠിച്ചിരുന്നു. അപ്പോൾ ഇത് അങ്ങനെ കാര്യങ്ങളെ മനസ്സിലാക്കി ഗ്രഹിച്ചെടുത്തെങ്കിൽ മാത്രമേ വെളിപ്പാട് പുസ്തക പഠനത്തിന്റെ വ്യാഖ്യാനം നമുക്ക് ശരിയാക്കി എടുക്കാൻ സാധിക്കും. ഇതിന് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആർക്കും മനസ്സിലാകാത്ത വിധത്തിൽ വല്ലാത്ത രീതിയിൽ പോയി വളഞ്ഞു തിരിഞ്ഞ് കൈ കൊണ്ട് മൂക്കെ പിടിക്കുന്ന, നേരെ പിടിക്കുന്നതിന് പകരമായിട്ട് കൈ പുറകെ കൂടെ കൊണ്ടുവന്ന് മൂക്കെ പിടിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അത് ഭയങ്കര പബ്ലിസിറ്റി ആയിരിക്കും, ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ നേരെ പിടിക്കേണ്ട കാര്യത്തിന് പകരമായിട്ട് വളഞ്ഞു ചുറ്റി കൈ മൂക്കെ പിടിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന പോലെ പോയിട്ട് സാധിക്കത്തുമില്ല. അവിടെ കിടന്ന് വട്ടം കറങ്ങി എല്ലാവരും പോകും. എന്നാൽ വളരെ സിമ്പിളായി ദൈവം എഴുതിയിരിക്കുന്ന വചനത്തിന്റെ സത്യത്തെ വെളിപ്പെടുത്തിയാൽ അത് പലർക്കും ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. അവരുടെ മുൻവിധി അതിനെ സമ്മതിക്കത്തില്ല. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുന്നത് വളരെ സിമ്പിളായ കാര്യങ്ങളാണ്. പക്ഷെ അതിനെ ഗ്രഹിക്കേണ്ട രീതിയിൽ ഗ്രഹിച്ചാൽ വളരെ എളുപ്പം. പക്ഷെ അതിന് റൂട്ട് ശരിയായ രീതി കിട്ടിയില്ലേ ബുദ്ധിമുട്ട് പോവാം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തെ പഠിക്കുന്ന കാര്യങ്ങൾ അത് ശരിയായ രീതിയിൽ വ്യാഖ്യാനിച്ചാൽ അതിൻ്റെ അകത്ത് അർത്ഥശൂന്യത കാണത്തില്ല. അതിൻ്റെ അകത്ത്
പരിപൂർണത കാണാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോട് ബന്ധത്തിൽ ഒന്നാമത്തെ പുനരുത്ഥാനം നടന്നിട്ടില്ല, നടക്കാൻ പോകുന്നു. അപ്പോൾ ഒരു കൂട്ടരുടെ എണ്ണം പൂർത്തീകരിക്കപ്പെട്ടു, എന്നാൽ മൃതന്മാരാകുന്നവരുടെ കൂട്ടത്തിലൂടെ എണ്ണം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അതാരാകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയപ്പോൾ അതാരാകുന്നു, അത് മറ്റാരുമല്ല, യേശുവിൻ്റെ സാക്ഷ്യമുള്ള നിന്റെ മൃതന്മാർ എന്ന് പിതാവാൻ ദൈവം പുത്രനോട് പറഞ്ഞിരിക്കുന്ന യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരാണെന്നുള്ളതും യെശയ്യാവിൻ്റെ 26-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തെ വ്യാഖ്യാനിച്ചുകൂടി മനസ്സായതുകൊണ്ട് ഇപ്പോൾ ഈ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വചനത്തിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ 14-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നിന്റെ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ പ്രതികാര ദിവസം കഴിഞ്ഞിട്ട് സേനാ ദിവസം നടക്കുന്ന വരെയുള്ള ഒന്നാമത്തെ പുനരുത്ഥാനം വരെ ഇനി മരിക്കാനുള്ള ആ എണ്ണത്തിൽപ്പെടുന്ന അഥവാ സുവിശേഷത്തിൻ്റെ ജനസംഖ്യ പൂർത്തീകരിക്കപ്പെടാനുള്ളതിൽ മരിക്കപ്പെടാനുള്ളവരെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് ആത്മാവ് ഡിക്ലെയർ ചെയ്ത് ഒരു കൂട്ടർ അവിടെ എത്തിച്ചേർന്നു. അവിടെ എത്തിച്ചേർന്നതിനർത്ഥം അവിടെ എണ്ണം പൂർത്തീകരിച്ച് അവർ എവിടെയാണ് വിശ്രമിക്കുന്നത്? സ്വർഗാസ്വർഗത്തിൽ എടുക്കപ്പെട്ടില്ല, അവിടെ എണ്ണം പൂർത്തീകരിക്കപ്പെട്ടു. എവിടേക്കാണ് പ്രവേശിക്കപ്പെടുന്നത്? യാഗപീഠത്തിന് കീഴിൽ അഥവാ ഭൂമിക്ക് കീഴിൽ സഹഭൃത്യന്മാരുടെ എണ്ണം തികഞ്ഞു. അഥവാ യെശയ്യാവിന്റെ പുസ്തകത്തിലെ വചനപ്രകാരം നോക്കിയാൽ എൻ്റെ ശവങ്ങളെന്ന പിതാവാൻ ദൈവം പറയുന്നവരുടെ എണ്ണം തികഞ്ഞു. ഇനി തികയാനുള്ളത് നിന്റെ മൃതന്മാരുടെ കൂട്ടത്തിൽപ്പെടുന്നവരാണ്. അത് സുവിശേഷത്തിൻ്റെ സാക്ഷികളാകുന്നു എന്നുള്ളത് വെളിപ്പെടുത്തുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം ഇതാണ്. ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രതികാര ദിവസത്തിന്റെ അവസാനം മുതൽ ഒന്നാമത്തെ പുനരുത്ഥാനം ആരംഭിക്കുന്നത് വരെ രക്തസാക്ഷികളാകി ജാതികളുടെ എണ്ണം തികയുന്നത് വരെയുള്ള മൃതന്മാരെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാം വാക്യത്തിന്റെ വ്യാഖ്യാനം. ഞാൻ ഒന്നുകൂടെ പറയാം. പ്രതികാര ദിവസത്തിന്റെ അവസാനത്തോടുകൂടി രക്തസാക്ഷികളാകുന്നവർ, ഇത് ക്രിസ്തുവിന്റെ ഭരണത്തിൽ രക്തസാക്ഷികളായി ഭൂമിക്ക് കീഴിലേക്ക് പ്രവേശിക്കപ്പെടുന്ന ആത്മാക്കളിലെ സഹഭൃത്യന്മാരുടെ എണ്ണം തികയപ്പെടുന്നു. അവരെ യെശയ്യാവിന്റെ പ്രവചനത്തോട് ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ പിതാവാം ദൈവത്തിന്റെ എൻ്റെ ശവങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരുടെ എണ്ണം പൂർത്തീകരിക്കപ്പെട്ടു. എന്നാൽ ഈ ജാതികളുടെ സംഖ്യയാകുന്ന ഈ രക്തസാക്ഷികളാകുന്നവരുടെ വലിയൊരു എണ്ണമുണ്ട്. അത് എണ്ണിക്കൂടാത്ത വലിയൊരു പുരുഷാരമാണ്. നമുക്കാർക്കും എണ്ണാൻ കഴിയുന്ന മർമ്മമാണ്. എന്നാൽ ആ സംഖ്യ തികയപ്പെടുവാൻ വേണ്ടി ഇനിയും ചില സമയങ്ങൾ കൂടിയുണ്ട്. അത് എത്ര ദിവസം എന്നറിയത്തില്ല. അത് ഈ പ്രതികാര ദിവസം കഴിഞ്ഞ ശേഷം സേനാ ദിവസത്തിന്റെ ആരംഭത്തെങ്കിൽ നടക്കുന്ന ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ വരെ രക്തസാക്ഷികളാകുന്ന ദൈവസഭയുടെ ശേഷിപ്പിൽ നിന്ന് സഹോദര പദവിയിൽ എത്തിച്ചേരുവാനുള്ളവരുടെ ആത്മാക്കളെ കണ്ടുകൊണ്ടാണ് അങ്ങനെയുള്ളവർ ഭാഗ്യവാന്മാരാകുന്നു എന്നിവിടെ പറയുന്നത്. കർത്താവിൻ്റെ മൃതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നവർ, അതാണ് നിന്റെ മൃതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരുടെ എണ്ണം പൂർത്തീകരിക്കപ്പെടാനുണ്ട്. അപ്പോൾ ഇങ്ങനെ ജാതികളുടെ എണ്ണം അത് പൂർത്തീകരിക്കപ്പെടണം. ഈ രഹസ്യം അറിയാതിരിക്കുന്ന ഞാൻ പറയുന്നത് ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. അപ്പോൾ ഇസ്രായേലിന്റെ കാഠിന്യം അംശമായി ഭവിച്ച് അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുവാൻ പോവുകയാണ്. ഇങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും. ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടുന്ന ഇസ്രായേലുള്ള എല്ലാവരും രക്ഷിക്കപ്പെടുന്നതിന്റെ അർത്ഥം അതല്ല. ഇസ്രായേലിൽ 144,000 പേര് രക്ഷിക്കപ്പെടും. അതാണ് ഇസ്രായേൽ. ഇങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടുന്ന പറയുന്നത്. രക്ഷിത ഗണത്തിൽപ്പെട്ടിരുന്ന 144,000 പേര് ദൈവം ഉദ്ദേശിച്ച എണ്ണം പൂർത്തീകരിക്കപ്പെട്ടു. എന്നാൽ ഇവർ അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നതിന്റെ കാരണം ഇത് ഇവരെ സംബന്ധിച്ചുള്ള ജാതികളെ സംബന്ധിച്ചുള്ള എണ്ണം കൂടി പൂർത്തീകരിക്കപ്പെടുവാൻ വേണ്ടിയാണ്. എന്നിട്ട് സിയോനിൽ നിന്ന് വിടിവിക്കുന്ന സിയോന് വരും. പിന്നീടാണ് വിടിവിക്കുന്നവൻ സിയോന്. അപ്പം സിയോൻ യേശുവിൻ്റെ ദൈവത്തെ പോലെ മറ്റാരുമില്ല, അവൻ്റെ സഹായത്തിനായി മേഘാരൂഢനായി മേഘത്തിൽ വരുന്നുവെന്ന് പറഞ്ഞിരിക്കുന്ന വചനം ഇവിടെ നിവർത്തിയിരിക്കപ്പെടാൻ പോകുന്ന രണ്ടാമത്തെ വരവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നപ്പോൾ അതിന് മുമ്പായി ഈ പറയുന്ന വിശുദ്ധന്മാരുടെ എണ്ണം തികയപ്പെടണം എന്നതിൻ്റെ അർത്ഥമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 14-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ ഒറ്റ വാക്യമേ ഉള്ളൂ എങ്കിലും
അതിൽ മറിഞ്ഞിരിക്കുന്ന നിരവധി കാര്യം. അതേക്കുറിച്ച് മാത്രം പ്രസംഗിക്കണമെങ്കിൽ ഇന്ന് രാത്രി മുഴുവനും നമുക്കെടുത്ത് പ്രസംഗിക്കാം. ഈ ദൈവസഭയുടെ ചന്ദ്രത യേശു പ്രാപിക്കുന്നവരാണെന്നും സഹോദരപതിയുള്ളവരാണെന്നും അവരുടെ എണ്ണം എണ്ണിക്കൂടാത്തതാണെന്നും 3.5 വർഷ സമയത്ത് അവര് രക്തസാക്ഷികളാകുന്ന വലിയൊരു കൂട്ടമാണെന്നും അവരെക്കുറിച്ച് വെളിപ്പാട് പറഞ്ഞിരിക്കുന്ന അവരുടെ പുനരുത്ഥാനത്തിലുള്ള ഭാഗങ്ങൾ നമ്മൾ 7-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കും. 1-ാമത്തെ പുനരുത്ഥാനം കഴിഞ്ഞ ശേഷം പഠിക്കും. 14-ാം അധ്യായത്തിന്റെ 6-ാം അധ്യായം ഈ ദൈവത്തിന്റെ എൻ്റെ ശവങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന സഹവൃദ്ധന്മാരുടെ പുനരുത്ഥാനാന്തര ഒരു സ്വർഗാസുഖത്തിനെ കുറിച്ചാണ് 14-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതേക്കുറിച്ച് വേണമെങ്കിൽ സവിസ്തരമായിട്ട് നമുക്ക് എത്ര സമയം വേണമെങ്കിലും നമുക്ക് പഠിപ്പിക്കാൻ കഴിയും. എന്നാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ എന്ന് പറയുന്നത് ഭാവികാല സംബന്ധ വിഷയമാണ്. കർത്താവിൻ്റെ മധ്യാകാശപരമൊക്കെ കഴിഞ്ഞിട്ട് നടക്കേണ്ട സംഭവം 7 മുദ്ര, 7 കാകളം, 7 കലശം, ഇതെല്ലാം കഴിഞ്ഞിട്ട് 7 ഇരുനാഥത്തിൽ മറിഞ്ഞിരിക്കുന്ന 1-ാമത്തെ ദിവസമാകുന്ന പ്രതികാര ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ അവസാനം കഴിഞ്ഞിട്ട് സേനാ ദിവസത്തിലേക്ക് അടുക്കുന്നതിന് മുമ്പുള്ള സമയത്ത് രക്തസാക്ഷിത്വം വരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ സാക്ഷ്യമുള്ളവരെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ എന്നിവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്, ഇവിടെ അള്ളിച്ചിരിക്കുന്നത്. അത് ആത്മാവ് ദൂതനല്ല പറയുന്നത്, സ്വർഗമാണത്. ആത്മാവാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവമാണത് ഡിക്ലെയർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ആത്മാവ് സഭകളോട് പറയുന്നത് തുടങ്ങിയത് ആത്മാവാണ്. ആത്മാവ് തന്നെയാണ് സഭയുടെ ശേഷിപ്പിനോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതേക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ലഭിച്ചു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് അങ്ങനെ തന്നെയാകുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭാഗ്യവാന്മാരെന്ന് പറയുമ്പോൾ വെളിപ്പാട് പുസ്തക പഠനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് 4 കൂട്ടരെ ഇതിനോട് അനുബന്ധമായി ഭാഗ്യവാന്മാർ നമുക്കറിയാം. ഇത് കൽപ്പന പ്രമാണിക്കുന്ന ഭാഗ്യവാന്മാർ എന്നൊക്കെ പറഞ്ഞ് പാരമ്പര്യം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇനിയുള്ള ബന്ധത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഭാവികാല സംഭവത്തോട് ബന്ധത്തിൽ ഭാഗ്യവാൻ പറഞ്ഞിരിക്കുന്ന 1-ാമത് ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ എന്നാണ്. അത് 14-ാം അധ്യായം 11-ാം വാക്യത്തിലാണ്. 16-ാം അധ്യായം 15-ാം വാക്യത്തിൽ വായിക്കുന്നത് കർത്താവ് കള്ളനെ പോലെ വരുന്ന 2-ാമത്തെ വരവാകുന്ന മഹത്വ പ്രതിഷ്ഠയിൽ മാലിന്യപ്പെടാതെ ഉടുപ്പ് കാത്ത് സൂക്ഷിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. 19-ാം അധ്യായം 9-ാം വാക്യത്തിൽ കുഞ്ഞാടിന് കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാരാകുന്നു. അതിന് 22-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഞാൻ വേഗത്തിൽ വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാരാണെന്ന് പറഞ്ഞു. ഇതിന്റെ പ്രാരംഭ ഭാഗത്ത് നമ്മൾ വായിച്ചിരുന്നു ത്രികാല ഭാഗ്യ പ്രവചനമാണ്. ഭാഗ്യ പ്രവചനമാണ് വെളിപ്പാട് പുസ്തകം ഇതിന്റെ പ്രാരംഭത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ ഈ അവസാനത്തിലേക്ക് അടുക്കുമ്പോൾ കർത്താവ് 2-ാമത്തെ വരവിന് മുമ്പായിട്ട് പറഞ്ഞിരിക്കുന്ന 4 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ. നമ്മളത് മനസ്സിലാക്കി സുവിശേഷത്തിന് വേണ്ടി രക്തസാക്ഷ്യം വഹിക്കാനുള്ളവരിൽ ഉൾപ്പെടുന്നവരെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് വളരെ പോലെ വരുന്ന 2-ാമത്തെ മഹത്വ പ്രതിഷ്ഠയിൽ മാലിന്യപ്പെടാതെ ഉടുപ്പ് കാത്ത് സൂക്ഷിക്കുന്നവരാണ്. നമ്മൾ കണ്ടത് നീതിമാന്മാരായിട്ടുള്ള മൃതന്മാർ കൂട്ടത്തിൽപ്പെടുന്നവരൊക്കെയാണ്. അവർ നിത്യയോഗ്യരായിട്ടുള്ളവരെയാണ് കാണിച്ചിരിക്കുന്നത്. കുഞ്ഞാണ്ട് കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവരുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഭൂമിയിൽ ക്ഷണിക്കപ്പെട്ട് വൃതന്മാരായിരിക്കുന്ന 10 കന്യകമാരുടെ ബന്ധത്തിൽ 15 പേരും അതുപോലെ ഇസ്രായേലിനുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നവരാണ് അതിൽ ഉൾപ്പെടുന്നത്. ഞാൻ വേഗത്തിൽ വരുന്ന ഈ പുസ്തകത്തിൽ പ്രവചനം പ്രമാണിക്കുന്നവർ അത് കൺക്ലൂഡിങ് വേർഡ്സ് ആണ്. അപ്പോൾ പറഞ്ഞു തുടങ്ങിയത് ഭാഗ്യന്മാരെ കുറിച്ച് പറഞ്ഞിട്ട് അവസാനം ഭാഗ്യവാന്മാരാകുന്നു എന്ന് പറഞ്ഞാണ് ഈ വെളിപ്പാട് പുസ്തകം അവസാനിപ്പിച്ചപ്പോൾ നമ്മൾ ഭാഗ്യവാന്മാരാണ്. നമ്മൾ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞാൽ ഈ വചനം എടുത്ത് പഠിക്കുവാനും ഗ്രഹിക്കുവാനും ചിന്തിക്കുവാനും വിശ്വസിക്കുവാനും ഒക്കെ ദൈവം നമ്മുടെ ബുദ്ധി തുറന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 1-ാം അധ്യായത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണല്ലോ, ഈ പ്രവചനത്തിൽ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവനും എന്നൊരു ഭാഗ്യവാന്മാർ സമയമെടുത്തിരിക്കുന്നു പറഞ്ഞ് ഭാഗ്യന്മാരുടെ ബന്ധത്തിൽ തുടങ്ങിയിട്ട് അവസാനം ഭാഗ്യവാന്മാരാകുന്നെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്ന ഭാഗ്യവാന്മാരുടെ ഒരു പുസ്തകമാണ് വേദപുസ്തകം. ഇതൊരിക്കലും നിരാശപ്പെടുന്നവരുടെ നശിച്ചു പോകുന്നവർക്ക് വേണ്ടി എഴുതപ്പെട്ടു. ഇതിനകത്തെല്ലാം എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇത് ഭാഗ്യവാന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നവർക്കുള്ള അനുഗ്രഹിക്കപ്പെട്ട പുസ്തകം. അല്ലാത്തൊരു തൊടത്തില്ല, എടുക്കത്തില്ല. പിന്നെ ഇത് എടുക്കുന്നത് ഇത് തെറ്റാണ് തെളിയിക്കാൻ വേണ്ടിയുള്ള ദുഷ്ടന്മാരാണ് എടുക്കുന്നത്. എന്നാൽ ദൈവവചനം അത് സത്യസന്ധമായി എടുത്ത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരെല്ലാം ഭാഗ്യവാന്മാരാണ്. ഇതിനെ കോട്ടിക്കളയുന്നവരാകരുത്.
ഇതിനെ നിസ്സാരമായി തള്ളിക്കളയുന്നതാകരുത്. ചിലത് എടുക്കുന്ന കോട്ടിക്കളയാൻ വേണ്ടിയാ. അവർ പഠിച്ചിരിക്കുന്ന അവിടെ ഉപദേശം അങ്ങനെയാകാൻ വേണ്ടി, സ്ഥാപിക്കാൻ വേണ്ടി വചനത്തെ കോട്ടിക്കളയുന്ന അനേകരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പഠിപ്പിക്കുന്നതോ ആര് പഠിപ്പിക്കുന്നതോ അല്ല ഇവിടെ പ്രധാനമായിട്ടുള്ളത്. വചനത്തെ കോട്ടിക്കളഞ്ഞിട്ട് ഒന്നും ഇവിടെ സ്ഥാപിക്കേണ്ട ആവശ്യമില്ല. വചനം എന്താണോ സത്യമായിട്ടുള്ളത് അത് അംഗീകരിക്കുക. ഇപ്പം നമ്മൾ പറഞ്ഞു പോകുന്നതിനകത്ത് തെറ്റുണ്ടെങ്കിൽ അത് ദൈവവചനത്തോട് ചേരുന്നല്ല, പൊരുത്തപ്പെടുന്ന അല്ല എങ്കിൽ തെളിഞ്ഞാൽ അത് മാറ്റണം. അതിന് നമ്മൾ ഒരിക്കലും അത് അങ്ങനെയാണെന്ന് പറഞ്ഞ് അതിനെ നമ്മൾ കിടന്ന് ന്യായീകരിച്ച് ശരിയാകാൻ വേണ്ടി നമ്മുടെ നിലനിൽപ്പല്ല നോക്കേണ്ടത്. നമ്മളൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, വചനത്തിന് വില കൊടുക്കുക, വചനം സത്യമാണെന്ന് തെളിയിക്കുക. ഇപ്പം ഞാൻ പഠിപ്പിച്ചു പോകുന്നതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ഭാഗം തെറ്റാണെന്ന് ആരെങ്കിലും തെളിയിച്ചാൽ എനിക്കൊരു സങ്കോചവുമില്ല അത് മാറ്റുന്നതിന്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അങ്ങനെ ഒരു അതല്ല. നമുക്കത് വചനം പഠിക്കുമ്പോൾ എന്നെ നിലനിർത്താൻ വേണ്ടി, എൻ്റെ സ്ഥാപിക്കാൻ വേണ്ടിയല്ല. വചനത്തെ കൂട്ടിക്കളയരുത്. വചനത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ദൈവത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമായ രീതിയിൽ അതിനെ മനസ്സിലാക്കി അനേകര് രക്ഷിക്കപ്പെടാൻ കഴിയാത്തവര് അങ്ങനെ പലരും, അതേക്കുറിച്ച് നമുക്കറിയാമല്ലോ, പലരും പല രീതിയിൽ അതിനെ ചെയ്യുന്നവരുണ്ട്. അതൊക്കെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പോകുമ്പോൾ നമുക്ക് അവർ വചനം വെച്ചാൽ അതിനെ കൂട്ടിക്കളയുന്നത്. അങ്ങനെ വചനത്തെ കൂട്ടിക്കളയാൻ ഇടയാകരുത് എന്ന് ഇന്ന് രാത്രി പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. നാം വചനത്തെ കൂട്ടിക്കളയുന്നവരായിട്ടല്ല, വചനത്തെ അംഗീകരിക്കുന്നവരായി, ദൈവവചനത്തിൻ്റെ സത്യത്തെ വെളിപ്പെടുത്തുന്നവരായി, നമുക്ക് ലഭിക്കുന്ന സത്യം അത് വചനത്തിലുള്ള ബന്ധത്തിൽ അത് സത്യമാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് വേണം മുമ്പോട്ട് പോകുവാൻ വേണ്ടി എന്നുള്ളതാണ് ഇവിടെ രേഖപ്പെടുന്നത്. അതുകൊണ്ട് ഈ വചനത്തെ കേൾക്കണം, വായിച്ചു കേൾപ്പിക്കണം, പ്രമാണിക്കണം. നമ്മൾ ഭാഗ്യവാന്മാരാകണം. വചനത്തെ കൂട്ടിക്കളയരുത്, വചനത്തെ തിരസ്കരിച്ച് കളയരുത്, ഇതിനെ അവഗണിച്ച് കളയരുത്. എന്ന് രാത്രിയിൽ വചനത്തോടുള്ള ബന്ധത്തിൽ വളരെ ഭയത്തോടെ വേണം നാം ഇടപെടുവാൻ. ഞാൻ മുഖാന്തരമോ നിങ്ങൾ മുഖാന്തരം മറ്റുള്ള മുഖാന്തരം നമ്മുടെ തലമുറ മുഖാന്തരമോ ഒരിക്കലും ദൈവവചനം അത് ദുഷിക്കപ്പെടുവാൻ ഇടയാകരുത്. അപ്പൊ അതുകൊണ്ട് നാം ഭാഗ്യവാന്മാരായി തീരുവാൻ വേണ്ടിയാണ് ഈ പുസ്തകം എടുത്ത് പഠിക്കുന്നത്. ഇത് ആരുടെയെങ്കിലും ഒരു ടീച്ചിങ്ങിന് പ്രാതിനിധ്യം കൊടുക്കാൻ വേണ്ടിയല്ല, ആരെയെങ്കിലും വെളിപ്പെടുത്തുവാൻ വേണ്ടിയല്ല, ആരെങ്കിലും വലിയവനാന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയല്ല. സർവശക്തനായ ദൈവത്തിന്റെ വചനം, സത്യമായിരിക്കുന്ന വചനം എന്താണോ അത് എങ്ങനെയാകുന്നു എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. അതനുസരിച്ച് വേണം നാം ജീവിച്ചാൽ നാം ഭാഗ്യവാന്മാരാകുന്നു. അപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗത്തോടുള്ള ബന്ധത്തിൽ ആ മർമ്മം മനസ്സിലായെങ്കിൽ ഞാൻ തുറന്നുള്ള ഭാഗത്തിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഒന്നാമത്തെ പുനരുത്ഥാനത്തെ ബന്ധത്തിലാണ് നമ്മൾ ചിന്തിച്ചത്. അത് വളരെ കാര്യമായ രീതിയിൽ ഒന്നാമത്തെ പുനരുത്ഥാനത്തെ പഠിപ്പിക്കുന്നതായിരിക്കും ദൈവം വെച്ചാൽ. കാരണം പലർക്കും ഒരു സംശയമുള്ള ഒരു സബ്ജക്റ്റാണ് ഈ ഒന്നാമത്തെ പുനരുത്ഥാനം എന്നുള്ളത്. അപ്പം അതിലേക്ക് പോകണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ അടിവേരുകൾ തേടി പോകണം. അല്ലാതെ നമ്മൾ പെട്ടെന്ന് എടുത്തിട്ട് ഒന്നാമത്തെ പുനരുത്ഥാനം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുള്ള ബന്ധത്തിൽ അത് പരിശുദ്ധാത്മാവ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. അതിനനുസരിച്ച് നമ്മൾ പഠിച്ചിട്ട് ഒന്നാമത്തെ പുനരുത്ഥാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ മർമ്മം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ജാതികളുടെ എണ്ണം തികയപ്പെടാനുണ്ട്. അവരുടെ എണ്ണം തികയപ്പെടുന്നവരുടെ ബന്ധത്തിലാണ് നിന്റെ മൃതന്മാർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് നാം ചിന്തിച്ചല്ലോ. തുടർന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ സേനാ ദിവസത്തിന്റെ ആരംഭത്തിൽ നടക്കുന്ന രക്തസാക്ഷിയുടെ പുനരുത്ഥാനമാകുന്ന ഒന്നാമത്തെ പുനരുത്ഥാനവും ന്യായാസനങ്ങൾ ഇരിക്കുന്നവർക്ക് ന്യായവിധി അധികാരം ലഭിക്കുന്നതുമായ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഈ ഒന്നാമത്തെ പുനരുത്ഥാനം നടക്കുന്നതിന് മുമ്പായിനോട് ബന്ധമായി അത് എങ്ങനെ നടക്കുന്നു, അത് എവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, 3 കാര്യങ്ങളാണ് നമ്മൾ ഒന്നാമത്തെ പുനരുത്ഥാനത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ പുനരുത്ഥാനം എന്നാണ് നടക്കുന്നത്. 2, ഒന്നാമത്തെ പുനരുത്ഥാനം ആരുടെ പുനരുത്ഥാനമാകുന്നു. 3, അവരുടെ പദവി എന്താകുന്നു. ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ വെളിപ്പാട് പഠനത്തിൽ ഒന്നാമത്തെ പുനരുത്ഥാനത്തെ ബന്ധം നമ്മൾ ചിന്തിക്കുന്നത്. ഒന്നാമത്തെ പുനരുത്ഥാനം നടക്കുന്നത് ഏത് ദിവസത്തിലാകുന്നു. 2, അന്ന് പുനരുത്ഥാനം പ്രാപിക്കുന്നവർ ആരാകുന്നു. 3, അന്ന് പുനരുത്ഥാനം പ്രാപിക്കുന്നവരുടെ പദവി എന്താകുന്നു. അപ്പോൾ ഈ 3 കാര്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ കണ്ടെത്തണം. അല്ല, പ്രാരംഭ ചോദ്യം ഒന്നാമത്തെ പുനരുത്ഥാനം എന്നാണ് സംഭവിക്കുന്നത്. അത് നമ്മൾ ചിന്തിക്കണമെങ്കിൽ അതിന് മുമ്പായിട്ട് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ആരാകുന്നു എന്നുള്ളതും അവരുടെ പദവി എന്താകുന്നുള്ളതും മനസ്സിലാക്കി കഴിഞ്ഞിട്ട്
അതെന്ന് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. ഇതുവരെയുള്ള പഠനത്തോടെ ബന്ധത്തിൽ അത് മനസ്സിലാക്കി. എന്നാൽ അത് നടക്കുന്നത് എന്നാകുന്നു, അവരുടെ പദവി എന്താകുന്നു, അല്ലെങ്കിൽ അത് സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വലിയ കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കുന്നത് വെളിപ്പാട് പുസ്തകം അതിൻ്റെ 20-ാം അധ്യായം 4-ാം വാക്യമാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ 19-ാം അധ്യായം 20-ാം അധ്യായം 4-ാം അധ്യായത്തിലേക്ക് പോകാൻ കാരണം ഇതിൻ്റെ വ്യാഖ്യാനം ശരിയായ ദിശയിൽ പോകാൻ വേണ്ടിയാണ്. അതല്ലെങ്കിൽ അന്നേരം അതെടുത്ത് പഠിപ്പിച്ചാൽ അത് മനസ്സിലാകത്തില്ല. കർത്താവ് രണ്ടാമത് വരുന്ന സംഭവത്തെക്കുറിച്ച് ആണ് 19-ാം അധ്യായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് കർത്താവ് രണ്ടാമത് വന്നു. ഇപ്പോൾ ആ ഭാഗം കഴിഞ്ഞിട്ടാണോ പിന്നീട് കർത്താവിൻ്റെ കൂടെ വരാനുള്ള പുനരുത്ഥാനത്തെക്കുറിച്ച് പഠിപ്പിക്കേണ്ടത്? അല്ല, അപ്പം അതിനു മുമ്പ് പഠിപ്പിക്കണം. അതുകൊണ്ടാണ് ഇപ്പം ഈ 20-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ കർത്താവ് വന്നു, ഹർമോനി യുദ്ധമെല്ലാം കഴിഞ്ഞ് അഗാധത്തിൽ സാധാരണ പിടിച്ച് കെട്ടിയ ശേഷമാണോ ഈ ഒന്നാമത്തെ പുനരുത്ഥാനം നടക്കുന്നത്? അല്ല. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം അധ്യായക്രമം അനുസരിച്ച് പഠിപ്പിക്കരുതെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ഇത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. നമ്മൾ വെളിപ്പാട് പുസ്തകം അതിൻ്റെ അധ്യായക്രമത്തിൽ പഠിപ്പിച്ചാൽ ആർക്കും കാര്യം മനസ്സിലാകത്തില്ല. ഇപ്പം ഇവിടെ തന്നെ ഉദാഹരണം പറഞ്ഞത്, ഇപ്പം നമുക്കിവിടെ 18-ാം അധ്യായം പഠിപ്പിച്ച ശേഷമായിട്ട് തുടർന്ന് 19-ാം അധ്യായം പഠിപ്പിക്കേണ്ടത്. പക്ഷെ 19-ാം അധ്യായം പഠിപ്പിക്കാതെ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ വളഞ്ഞുറ്റി പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-ാം അധ്യായം കഴിഞ്ഞ് 20-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമത്തെ പുനരുത്ഥാനത്തെക്കുറിച്ച്. എന്നാൽ അതിനു മുമ്പായി കർത്താവ് പ്രത്യക്ഷപ്പെട്ടു, ഹർമോദ യുദ്ധം കഴിഞ്ഞു, എന്നിട്ടാണോ ഈ ഒന്നാമത്തെ പുനരുത്ഥാനം നടക്കുന്നത്? അല്ലേ അല്ല. അതുകൊണ്ടാണ് ഈ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് മുമ്പായി ഒന്നാമത്തെ പുനരുത്ഥാനം നടക്കുന്നു എന്നുള്ളത് എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കിക്കണ്ട് വായിച്ച് മനസ്സിലാക്കി അതിനോടുള്ള ഭാഗത്തേക്ക് തന്നെ ചേർത്ത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ 14-ാം അധ്യായം 13-ാം വാക്യം കഴിഞ്ഞപ്പോൾ തന്നെ 20-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നത്. രാത്രിയിൽ വെളിപ്പാട് പുസ്തകം അധ്യായക്രമം അനുസരിച്ച് പഠിപ്പിക്കാത്തതിൻ്റെ മർമ്മം രഹസ്യം മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾ വായിച്ചാൽ മതി. 10-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഹർമയുദ്ധം എല്ലാം കഴിഞ്ഞു. 20-ാം അധ്യായത്തിൻ്റെ സാധാരണ അഗാധത്തിൽ പിടിച്ച് പൂട്ടിയതിന് ശേഷമാണ് ഞാൻ ന്യായാസനങ്ങളെ കണ്ടെന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. അതുപോലെ ഒന്നാമത്തെ പുനരുത്ഥാനം എന്ന് പറയുക. അപ്പോൾ ഈ ഒന്നാമത്തെ പുനരുത്ഥാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ്, അന്നേരമാണോ പഠിക്കേണ്ടത്? അല്ല, അതിന് മുമ്പ് പഠിക്കണം. കാരണം കർത്താവത്തിന്റെ സകല വിശുദ്ധന്മാരുമായിട്ട് വരുമ്പോൾ ഈ പറയുന്ന ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ ഉൾപ്പെടുന്ന വിശുദ്ധന്മാർ കൂടി ഉൾപ്പെട്ട് സ്വർഗമേ എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നതിൻ്റെ അകത്ത് അപ്പോസ്തലന്മാരും വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമായിട്ടുള്ള ആ പദവിയിലുള്ള വിശുദ്ധന്മാരുടെ ബന്ധത്തിൽ പഴയ നിയമത്തിന്റെ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന വിശുദ്ധന്മാർ അവര് നക്ഷത്രവും നക്ഷത്രത്തിൽ വ്യത്യസ്തമുള്ള ശോഭയുള്ളവരാണെന്നും അപ്പോസ്തലിക പദവിയിലുള്ളവര് അത് കുഞ്ഞാടിന്റെ മണവാട്ടിയ നൂറുമേനിയുള്ളവരാണെന്നും പ്രവാചക പദവിയിലുള്ളത് കുഞ്ഞാടിന്റെ സഭയുടെ ചന്ദ്രതേജസ് പ്രാപിക്കുന്ന കന്യകമാരുടെ ഗണത്തിൽപ്പെടുന്നവരാകുന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാം. അപ്പോൾ അവിടെയൊക്കെ പുനരുത്ഥാനം ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി നടക്കേണ്ട പുനരുത്ഥാനം അഥവാ ഈ മധ്യാകാശ പ്രത്യക്ഷതയിൽ മരിച്ചുവിടുന്ന പുനരുത്ഥാനം കഴിഞ്ഞു കഴിഞ്ഞാൽ എതിർക്രിസ്തുവിന്റെ ഭരണത്തിന്റെ ആരംഭത്തെങ്കിൽ 2 സാക്ഷിയുടെ പുനരുത്ഥാനം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മീതിയുള്ള പറുദീസ, 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം അത് മുഴുവനും അവിടെയുള്ള ആത്മാക്കളെല്ലാം പുനരുത്ഥാനം പ്രാപിച്ച് സ്വർഗാസ്വർഗത്തിലേക്ക് എത്തിച്ചേർന്നത്. പിന്നീട് എതിർക്രിസ്തുവിന്റെ 3 വർഷത്തിന്റെ ആ പ്രാരംഭ സമയം രക്തസാക്ഷികളാകുന്നവരുടെ ആത്മാക്കൾ വിശ്രമിക്കുന്നത് ഭൂമിക്ക് കീഴിലാകുന്ന യാഗപീഠത്തിന് കീഴിലാണ്. അപ്പോൾ അവരുടെ പുനരുത്ഥാനം കൂടി നടന്നതിന് ശേഷം വേണം കുഞ്ഞാടിനെ രാജാവായിട്ട് വാഴിക്കാനായിട്ട്. അതുകൊണ്ടാണ് 19-ാം അധ്യായം പഠിപ്പിക്കുന്നതിന് മുമ്പായി അവരെക്കുറിച്ചുള്ള അവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ 20-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ പരമപ്രധാനമായിരിക്കുന്ന ചില വിഷയങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നമുക്ക് കിട്ടും. ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ്, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനം നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ചു 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടി വാണു. പിന്നെ പറയുന്നത് മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുമ്പോഴും ജീവിച്ചില്ല. ഇത് 1-ാമത്തെ പുനരുത്ഥാനം. അപ്പോൾ മരിച്ചവരിൽ പിന്നീട് ഇരിക്കുന്നവരിൽ ആരും എന്ത് ചെയ്തില്ല, പിന്നീട് പുനരുത്ഥാനം പ്രാപിച്ചില്ല. ഇത് 1-ാമത്തെ പുനരുത്ഥാനം. അപ്പോൾ ലോകത്തോടുള്ള ബന്ധത്തിൽ, ഭൂമിയോടുള്ള ബന്ധത്തിൽ നടക്കുന്ന
പുനരുത്ഥാനം അഥവാ ഈ കൊയ്ത്തിനോടുള്ള ബന്ധത്തിൽ നടക്കുന്ന പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ പ്രാരംഭത്തിൽ നടക്കേണ്ട പുനരുത്ഥാനമാണ് ഒന്നാമത്തെ പുനരുത്ഥാനം. മറ്റുള്ള പുനരുത്ഥാനം മരിച്ചവിടെ നിന്നുള്ള പുനരുത്ഥാനമാണ്. അത് പുനരുത്ഥാനവും രൂപാന്തരവും നടക്കുന്നു. രണ്ടാമത്തെ നമ്മൾ നടക്കുന്ന രണ്ട് സാക്ഷികൾ മരിച്ചു കിടക്കുന്ന അവിടെ അവര് പ്രത്യക്ഷത്തിൽ തന്നെ അവർ ഇവിടെ കയറി വരുന്ന ശബ്ദത്തിൽ കയറി പോകുന്നു. പക്ഷെ ശരിക്ക് ഇവിടെ മരിച്ചവരുടെ പുനരുത്ഥാനം എന്ന് പറഞ്ഞ് കല്ലറകളിൽ നിന്ന് ഉഷസ്സിന്റെ ഉദരത്ത് നിന്ന് യുവാക്കളായി വെളിപ്പെട്ട് വരുന്നതിന്റെ പ്രാരംഭ പുനരുത്ഥാനമാണ് ഒന്നാമത്തെ പുനരുത്ഥാനം. അതുകൊണ്ടാണ് ഇതിനെ ഒന്നാമത്തെ പുനരുത്ഥാനം എന്ന് പറയുന്നത്. എന്ന് പറയാണ് ഇനി ശേഷമുള്ള മരിച്ചവർക്ക് ശേഷമുള്ളവർ ആരും. ഇപ്പം മരിച്ചവർക്ക് ശേഷമുള്ളവരാരും ഇതിനകത്ത് നിന്ന് അപ്പം മറ്റ് രണ്ട് പുനരുത്ഥാനങ്ങൾ വ്യത്യാസമുണ്ട്. ഒന്നാമത്തെ നമ്മൾ കർത്താവിന്റെ മധ്യാകാശ വരുന്ന പുനരുത്ഥാനത്തിൽ കല്ലറകളുള്ളവർ മാത്രമല്ല പുനരുത്ഥാനം പ്രാപിക്കുന്നത്, ജീവനോടിരിക്കുന്നവർ എന്ത് ചെയ്യുന്നു, അവര് പുനരുത്ഥാനം രൂപാന്തരം പ്രാപിക്കുന്നുണ്ട്. അപ്പൊ മരിച്ചവർ മാത്രമല്ല. അപ്പൊ അതുകൊണ്ടാണ് അതിനെ നമുക്ക് ഒന്നാമത്തെ പുനരുത്ഥാനം എന്ന് പറയാൻ കഴിയാതെ മരിച്ചോടെ എന്നുള്ള പുനരുത്ഥാനമാണ്. പുനരുത്ഥാനവും രൂപാന്തരം നടക്കുന്നു. എതിർക്കുന്ന സമയത്ത് എല്ലാവരുടെയും ശരീരങ്ങൾ കല്ലറയ്ക്കകത്ത് വെക്കുന്നില്ല. 3 ദിവസം അവിടെ ശവങ്ങൾ കല്ലറയിൽ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ പുനരുത്ഥാനത്തെ ബന്ധത്തിൽ പറയുമ്പോഴും മരിച്ചുപോയി കല്ലറി വെച്ചോടെ പുനരുത്ഥാനം മാത്രമല്ല, അന്ന് മരിച്ചു കിടക്കുന്ന വെളിയിൽ കിടക്കുന്ന വിശുദ്ധന്മാരുടെ രക്തസാക്ഷികളായവരുടെ പുനരുത്ഥാനം കൂടി അന്ന് രക്തസാക്ഷികളാകുന്നവർ കൂടി മരിച്ചു കിടക്കുന്ന അവരുടെ പുനരുത്ഥാനം കൂടി നടക്കുന്നു. അത് ആരംഭമാണ്. അപ്പം അതുകൊണ്ട് അവർ നമുക്ക് കല്ലറകളുടെ പുനരുത്ഥാനം എന്ന് പറയാൻ കഴിയുന്നില്ല. എന്നാൽ കല്ലറകളിൽ കിടക്കുന്നവരോടുള്ള ബന്ധത്തിൽ, മരിച്ചവരോടുള്ള ബന്ധത്തിലുള്ള പുനരുത്ഥാനം എന്ന് പറയുന്നതിൽ ആദ്യത്തെ പുനരുത്ഥാനം, ഇതിൽ മരിച്ചവർ മാത്രമേ വരുന്നുള്ളൂ, കല്ലറയിൽ വെച്ചിട്ടുള്ളവരല്ല. മറ്റ് രണ്ട് പുനരുത്ഥാനങ്ങളിൽ എന്തുകൊണ്ട് ഇതിനെ ഒന്നാമത്തെ പുനരുത്ഥാനം എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ മരിച്ചവരോടുള്ള ബന്ധത്തിലുള്ള പുനരുത്ഥാനത്തിന്റെ ഒന്നാമത്തെ പുനരുത്ഥാനമാണിത്. മറ്റ് രണ്ട് പുനരുത്ഥാനങ്ങളിൽ അതിന്റെ മധ്യാകാശ പ്രത്യക്ഷതയിൽ മരിച്ചവരുടെ കല്ലറകൾ നിന്ന് വിശുദ്ധന്മാർ പുനരുത്ഥാനം പ്രാപിക്കുന്നതോടൊപ്പം തന്നെ ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിക്കുന്നുണ്ട്. രണ്ട് സാക്ഷിയുടെ പുനരുത്ഥാനത്തിന്റെ ബന്ധത്തിൽ കല്ലറയിലുള്ളവരിൽ ആ ഗ്രൂപ്പിൽപ്പെടുന്നവരുണ്ട്. അതുപോലെ തന്നെ അവർ രക്തസാക്ഷികളായി കിടക്കുന്ന അവരുടെ കല്ലറയിൽ അവർ ശരീരം വെച്ചിട്ടില്ല എന്നതാ പറഞ്ഞിരിക്കുന്നത്. അവരും പുനരുത്ഥാനം പ്രാപിച്ച് ഒരുമിച്ചെടുക്കപ്പെടുകയാണ്. എന്നാൽ കല്ലറകളിൽ അടക്കപ്പെടുന്നതിൽ എന്ന് പറഞ്ഞാൽ മരിച്ച് ഭൂമിക്കുള്ളിൽ അടക്കപ്പെടുന്നതിൽ നിന്ന് പ്രാരംഭമായിട്ട് പുനരുത്ഥാനം പ്രാപിക്കുന്നതാണ് ഒന്നാമത്തെ പുനരുത്ഥാനം. അപ്പോൾ ഈ ഭൂമിക്ക് കീഴിലേക്ക് പ്രവേശിക്കപ്പെടുന്ന സഹവൃത്യന്മാരും സഹോദരന്മാരുടെ എണ്ണം തികയപ്പെടുവോളം അവർ സ്വസ്ഥമായി പാർക്കുന്നത് ഭൂമിക്ക് കീഴിലാണ്. അപ്പോൾ മരിച്ചുപോയവർ അവരുടെ ആത്മാക്കളോട് പ്രവേശിച്ചു. അവരുടെ ശരീരങ്ങൾ വെളിയിൽ കിടക്കുന്നില്ല. അവരെല്ലാം മരിച്ച് അടക്കപ്പെട്ടു. അതിനുശേഷം നടക്കുന്ന മരിച്ചവരോടുള്ള ബന്ധത്തിൽ നടക്കുന്ന പുനരുത്ഥാനത്തിന്റെ പ്രാരംഭ പുനരുത്ഥാനമാണിത്. അതുകൊണ്ടാണ് ഇതിനെ ഒന്നാമത്തെ പുനരുത്ഥാനം പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. അപ്പോൾ മരിച്ചവരോടുള്ള ബന്ധത്തിലുള്ള പുനരുത്ഥാനം, കല്ലറകളിൽ വെക്കപ്പെട്ടവരോടുള്ള ബന്ധത്തിലെ അഥവാ പൊടിയോട് ചേർന്നവരോടുള്ള ബന്ധത്തിലുള്ള പുനരുത്ഥാനത്തിലെ പ്രാരംഭ പുനരുത്ഥാനം ഒന്നാമത്തെ പുനരുത്ഥാനമാണ്. അത് എക്സ്ക്ലൂസീവായിട്ട് പ്രത്യേകമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകേണ്ടത്, അതിനു മുമ്പാണ് രണ്ട് പുനരുത്ഥാനങ്ങളിലും പൊടിയോട് ചേരാത്തവർ പുനരുത്ഥാനം പ്രാപിച്ചിട്ടുണ്ട് അല്ലേ? പൊടിയോട് ചേർന്നിട്ടില്ല. നാം ഇന്ന് കഥ വരികയാണെങ്കിൽ നമ്മുടെ ശരീരം പൊടിയോട് ചേരുന്നില്ല, രൂപാന്തരം പ്രാപിക്കുക. അതുപോലെ തന്നെ രണ്ട് സാക്ഷി പുനരുത്ഥാനത്തിലും പൊടിയോട് ചേരാൻ സമ്മതിക്കുന്നില്ല. 3 ദിവസം അവിടെ കിടക്കുന്നു, ഒരു പുനരുത്ഥാനം പ്രാപിക്കുന്നു. എന്നാൽ പൊടിയോട് ചേർന്നതിനുള്ള ബന്ധത്തിൽ, ഭൂമിയുടെ ബന്ധത്തിൽ, മരിച്ചവരോടുള്ള ബന്ധത്തിൽ ഉള്ള പുനരുത്ഥാനത്തിന്റെ പ്രാരംഭ പുനരുത്ഥാനമാണ് ഒന്നാമത്തെ പുനരുത്ഥാനം. അതിൽ മരിച്ചുപോയവരുടെ മാത്രമാണ് പുനരുത്ഥാനം നടക്കുന്നത്. അതിൽ നടക്കുന്നത് എതിർക്രിസ്തുവിന്റെ ഭരണത്തിന്റെ അവസാനത്തോടെ മുമ്പ് നടക്കുന്ന ദിവസമാണ്. അത് ഒന്നാമത്തെ പുനരുത്ഥാനമാകുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കി. പിന്നീടൊരു പുനരുത്ഥാനം, മരിച്ചവരുടെ പുനരുത്ഥാനം ഉണ്ടാകുന്നത് ഒടുക്കത്തെ നാളിലാകും, 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ടാണ്. ഇത്രയും കാര്യം മനസ്സിലായാൽ എന്തുകൊണ്ട് ഇതിനെ ഒന്നാമത്തെ പുനരുത്ഥാനം എന്ന് പറയുന്നു എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ മറ്റു രണ്ട് പുനരുത്ഥാനം അടുത്ത് നടന്നല്ലോ, എന്നിട്ട് അതിനെ എന്തുകൊണ്ട് ഒന്നാമത്തെ പുനരുത്ഥാനം എന്ന് പറഞ്ഞില്ല എന്നതിൻ്റെ അർത്ഥവ്യാപ്തി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം പൊടിയോട് ചേർന്നവരിൽ ഉള്ളവരല്ല മാത്രമല്ല ഈ മറ്റു രണ്ട് പുനരുത്ഥാനങ്ങൾ നടക്കുന്നത്. അത് ഞാൻ ആവർത്തിച്ച് ഇനി പറയണം എന്നില്ലല്ലോ. അത് പ്രധാന മധ്യാകാശ വരവെങ്കിൽ പൊടിയോട് ചേരാതെ ജീവനോടിരിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കും.
മരിച്ചവരും അക്ഷയരായിട്ട് ഉയർത്തെഴുന്നേൽക്കും. രണ്ട് സാക്ഷികളുടെ ബന്ധത്തിൽ അന്ന് പൊടിയോട് ചേർന്നവർ മാത്രമല്ല, അന്ന് അവരുടെ ശരീരം പോലും വയ്ക്കാതെ 3.5 ദിവസം അവിടെ വഴിയിൽ കിടക്കുന്ന, വീതിയിൽ കിടക്കുന്ന, മരിച്ചു കിടക്കുന്ന വിശുദ്ധന്മാർ 3 ദിവസം കഴിയുമ്പോൾ ശ്വാസം വന്നവർ ഉയർത്തെഴുന്നേറ്റ് അവർ സ്വർഗ്ഗാസ്വർഗ്ഗത്തിലേക്ക് പോകുന്നു. എന്നാൽ ഒന്നാമത്തെ പുനരുത്ഥാനം എന്നുള്ളത് രക്തസാക്ഷികളായിട്ടുള്ള സകല ആത്മാക്കളും യാഗപീഠത്തിന് കീഴിൽ പ്രവേശിച്ച ശേഷമാണ് അവിടെ പുനരുത്ഥാനം നടക്കുന്നത്. അത് പൂർത്തീകരിക്കപ്പെടുന്നത് പ്രതികാര ദിവസത്തിന്റെ അവസാനത്തോടുകൂടിയും ഇസ്രായേലിന് 144,000 പൂർത്തീകരിക്കപ്പെടുന്നു. എന്നാൽ ജാതികളുടെ എണ്ണം പൂർത്തീകരിക്കപ്പെടുന്നത് സേനാ ദിവസത്തിന്റെ ആരംഭത്തിലാകുന്നു. അപ്പോൾ അന്നാണ് ഒന്നാമത്തെ പുനരുത്ഥാനം നടക്കുന്നത് എന്നുള്ളത് നമ്മളത് മനസ്സിലാക്കുമ്പോൾ ഇവിടെ നടക്കുന്ന പുനരുത്ഥാനം രക്തസാക്ഷികളുടെ പുനരുത്ഥാനമാകുന്നു. അപ്പൊ ആരുടെ പുനരുത്ഥാനമാകുന്നു എന്നുള്ളതിന്റെ വ്യക്തത വളരെ സിമ്പിളായ രീതിയിൽ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. പക്ഷേ ഈ മുൻവിധിയോടെ വായിക്കുന്നവർ അതൊന്നും കാണത്തില്ല. അവർ പഠിച്ചത് അവർ സ്ഥാപിക്കാൻ വേണ്ടി അതങ്ങ് പെട്ടെന്നങ്ങ് വായിച്ചു വിടും. അതിൻ്റെ ആഴം മനസ്സിലാകത്തില്ല. നമ്മൾ പല ഭാഗങ്ങളും പഠിപ്പിക്കുമ്പോൾ മനസ്സിലാക്കിയെടുക്കുമ്പോൾ മുൻവിധിയുള്ളവർക്ക് അതൊന്നും അവിടെ ഉള്ളിൽ പോകത്തില്ല. അവരെ പിടിച്ചിരിക്കുന്ന കാര്യം മാത്രമേ ചിന്തിക്കുകയുള്ളൂ. അതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ അവരുടെ മനസ്സ് തള്ളിക്കളയും, അത് കാണിക്കത്തില്ല. ഇവിടെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനം നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമയിലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുടെയും ആത്മാക്കളെയും ഞാൻ കണ്ടു. പിന്നീട് പറഞ്ഞ അവർ ജീവിച്ചു, 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു. മരിച്ചവരിൽ ശേഷമുള്ളവരാരും 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അപ്പൊ നമ്മൾ വായിച്ചിരുന്നു, ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അപ്പോൾ ആ ഭാഗ്യവാന്മാരുടെ പദവിയിൽപ്പെടുന്നവരും വിശുദ്ധന്മാരുമായിട്ടുള്ളവർ ഉണ്ട് എന്നുള്ളവർ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എത്ര കൃത്യമായിട്ടാ വചനം അത് വരുന്നത്. എന്നിട്ട് തുറന്നു പറയുകയാണ്, അവരുടെ മേൽ 2ാം മരണത്തിന് അധികാരം ഇല്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് 1000 ആണ്ട് വാഴും. അപ്പോൾ ഇവരുടെ പദവി പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ളവരാണ്. പ്രിയപ്പെട്ടവരെ, കുഞ്ഞാടിന്റെ മണവാട്ടി സഭ പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ളതല്ല. അപ്പോൾ 1000 ആണ്ട് വാഴ്ചയിലെ കർത്താവ് രാജാവായി വാഴുമ്പോൾ രാജ്ഞിയുടെ പദവിയാണ് ദൈവസഭയ്ക്കുള്ളത്. അവനോട് കൂടെ വാഴുവാനുള്ള അധികാരമാണുള്ളത്. എന്നാൽ പുരോഹിത ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ആണ് ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കെടുക്കുന്ന വിശുദ്ധന്മാരുടെ പദവി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാം പുനരുത്ഥാനത്തിൽ ആരുടെ പുനരുത്ഥാനമാണ്? അത് എതിർക്രിസ്തുവിന്റെ ഭരണത്തിൽ. അതുകൊണ്ടാണ് എതിർക്രിസ്തു ഭരണത്തിന് എങ്ങനെയാ പറയാൻ നമുക്ക് സാധിക്കുന്നത്? അതിന്റെ 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അതിന്റെ പ്രാരംഭ വിഷയം കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? യേശുവിന്റെ സാക്ഷ്യവും ദൈവവചന നിമിത്തവും തലഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമയിലും അതിന് മുദ്ര കൈക്കൊള്ളാതെ ആത്മാക്കളെ ഞാൻ കണ്ടു. നമ്മൾ കണ്ടിരുന്നു. വെളിപ്പാട് 6-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിച്ചു. അതിന്റെ ഭാഗത്ത് നമ്മളതേക്കുറിച്ച് പഠിച്ചിരുന്നു. അപ്പോൾ 5-ാം മുദ്ര പൊട്ടിക്കുന്ന സമയത്ത് ഈ ആത്മാക്കളെ കണ്ടു. അവിടെ 2 കൂട്ടരുണ്ടെന്നുള്ളതൊക്കെ പറഞ്ഞത് മറന്നുപോയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായി അറക്കപ്പെട്ട ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. വിശുദ്ധനും സത്യവാനും ആയ നാഥ, ഭൂമി വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതിരിക്കും പറയുകയാണ്. അത്രയും പ്രതികാരം നടത്താതിരിക്കും. കർത്താവിന് പ്രതികാരം നടത്തിയിട്ടേ ഞാൻ നിങ്ങളെ എടുക്കുകയുള്ളൂ. അതുകൊണ്ടാണ് മർമ്മമതിയെ ബാബിലോണിന്റെ ന്യായവിധി നടത്തിയത്. അതുവരെ സ്വസ്ഥമായിട്ടിരിക്കാൻ പറഞ്ഞു. ഉണ്ടോ? വചനത്തിന്റെ വ്യക്തത മനസ്സിലായോ? അപ്പൊ നമ്മൾ ഈ പ്രതികാര ദിവസം എന്ന് പറഞ്ഞ് വെറുതെ അല്ല. അവർ പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞ് പ്രതികാരം നടത്തിയിട്ടേ എടുക്കുകയുള്ളൂ, ന്യായവിധി നടത്തും. നിങ്ങൾ മരിക്കാൻ കാരണമായി തീർന്ന മർമ്മമതിയെ ബാബിലോൺ എന്ന പൈശാചികശക്തിയുടെ ഇതാണ്. അതിന് ന്യായവിധി നടത്തും. അതിന് ശേഷം എന്ത് നിങ്ങൾ പുനരുത്ഥാനം പ്രാപിക്കും. പക്ഷെ അതുവരെ സ്വസ്ഥമായിട്ട് പാർക്കണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവര് പറഞ്ഞതിന്റെ അർത്ഥം, അത് പ്രതികാര ദിവസം കഴിയുമ്പോൾ 144,000 പേര് എന്ത് ചെയ്തു? അവര് അവരുടെ എണ്ണം തികയുന്നുണ്ട്, ബാക്കിയുള്ളവരുടെ എണ്ണം തികയപ്പെടാനുണ്ട്. അപ്പോൾ ഇവരെയാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നും ഒന്നാമത്തെ പുനരുത്ഥാനം അവരുടേതാണെന്ന് ചോദിച്ചാൽ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ സാധിക്കും? അത് എതിർക്രിസ്തുവിന്റെ ഭരണത്തിൽ രക്തസാക്ഷിത്വം വരിക്കുന്ന 144,000 ആകുന്ന ഇസ്രായേലാകുന്ന വിശുദ്ധന്മാരും അതുപോലെ ദൈവസഭയുടെ ശേഷിപ്പിൽപ്പെടുന്ന എണ്ണിക്കൂടാത്ത വലിയൊരു പുരുഷാരമാകുന്നു എന്നുള്ളത് പറയാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ
ഇന്ന് വരെ ഈ പഠിപ്പിച്ച കാര്യത്തിലെ വലിയൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അത് പറയാൻ ധൈര്യമില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും മനസ്സിലായിട്ടെന്നതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം ഞാനീ പറഞ്ഞു പോയി ഇത്രയും സംസാരിച്ചൊന്നും ഈ തലയ്ക്കകത്തൊട്ട് കയറിയിട്ടില്ല എന്നർത്ഥം. ഒന്നാമത്തെ പുനരുത്ഥാനം ആരുടെ പുനരുത്ഥാനമാണെന്ന് ചോദിച്ചാൽ അത് വ്യക്തമായി പറയാൻ ഇത്രയും ഞാൻ പറഞ്ഞതിൻ്റെ അകത്തുനിന്ന് എന്തെല്ലാം വചനങ്ങളെടുത്ത് ഞാൻ പറഞ്ഞു. ഇനി അത് പഠിപ്പിക്കുക, ഒന്നുകൂടെ പഠിപ്പിക്കും. ഇനി അത് പഠിപ്പിക്കാതെ തന്നെ മനസ്സിലാകാൻ സാധിക്കും. പക്ഷേ ഇത് ഞാൻ ഇത്രയും പറഞ്ഞു പോയപ്പോൾ ഇത്രയെങ്കിലും മനസ്സിലാകണം. ഒന്നാമത്തെ പുനരുത്ഥാനം മണവാട്ടി സഭയുടെ പുനരുത്ഥാനമല്ല, അത് പഴയ നിമിഷത്തിന്മാരുടെ പുനരുത്ഥാനമല്ല. ആ പുനരുത്ഥാനം രക്തസാക്ഷികളാകുന്ന തലഛേദിക്കപ്പെടുന്നവരുടെ പുനരുത്ഥാനമാകുന്നു എന്നുള്ളത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് തെളിയിച്ചിട്ടുള്ളത് കൊണ്ട് അത് അവിടെ ആത്മാക്കൾ എവിടെയാകുന്നു എന്നുള്ളത് വെളിപ്പാട് 6-ാം അധ്യായം 5-ാം വാക്യത്തിലെ 6-ാം അധ്യായത്തിൽ 5-ാമത്തെ മുദ്ര പൊട്ടിക്കുന്ന സമയത്ത് ആത്മാക്കളെ കണ്ടു രാഗപുരത്തേക്ക് കണ്ടു, അതിൻ്റെ 2 കൂട്ടരുണ്ട് എന്നൊക്കെ നമ്മൾ അതിൻ്റെ ആരംഭം മുതൽ പഠിച്ച വിഷയം അതിൻ്റെ അവസാനത്തിലേക്ക് എത്തിയാണ്. എണ്ണം തികഞ്ഞു. കർത്താവ് ന്യായവിധിയുടെ അധികാരം 24 മൂപ്പന്മാരാകുന്ന ദൈവസഭയ്ക്ക് ന്യായവിധി അധികാരം കൊടുത്തിട്ട് പിന്നെ ഉടനെ കാണുന്നത് ഒന്നാമത്തെ പുനരുത്ഥാനം നടക്കാൻ പോകുന്നപ്പോൾ സേനാ ദിവസം അടുക്കുന്നതിന് മുമ്പായി, പ്രതികാര ദിവസം തീർന്ന ശേഷമായി ചില സമയങ്ങൾ കഴിഞ്ഞു കഴിയുമ്പോൾ സ്വർഗത്തിൽ നടക്കാൻ പോകുന്നത് ദൈവസഭയുടെ മണവാട്ടി സഭയിൽപ്പെടുന്ന സിംഹാസനിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുക്കുകയും സേനാ ദിവസം ആരംഭിക്കുന്നതോടുകൂടി ഒന്നാമത്തെ പുനരുത്ഥാനം നടക്കുകയുമാണ് ചെയ്യുന്നത്. അതിൽ പങ്കാളികളാകുന്ന വിശുദ്ധന്മാരും ഭാഗ്യവാന്മാരുമാകുന്നു. അവർ പുരോഗതി ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയുള്ളവരാണ് എന്നുള്ളത് വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇത്രയും പഠിപ്പിച്ചപ്പോൾ മനസ്സിലാക്കിയപ്പോൾ എൻ്റെ 4-ാം വാക്യം കൂടി അങ്ങ് പറയാം. അതുകൊണ്ട് അങ്ങ് പ്രവചിച്ച് അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കി. എന്താണ് ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവരിയ്ക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു എന്നുള്ളത് കൂടി ഇപ്പോൾ അങ്ങ് പഠിപ്പിച്ചു. ഇത്രയും ഇത് വ്യാഖ്യാനിച്ചപ്പോൾ അതുകൂടി പറഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഭാഗം അങ്ങ് തീരുമല്ലോ. അതുകൊണ്ട് ഈ ന്യായാസനങ്ങളെ കണ്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് 24 സിംഹാസനങ്ങളെ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ 24 സിംഹാസനം ഇരിക്കുന്ന 24 മൂപ്പന്മാർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുക്കുന്നത് പിതാവാം ദൈവമാണ്. എന്നാണ് കൊടുക്കുന്നത്? സേനാ ദിവസം ആരംഭിക്കുന്നതിന് മുമ്പായി സ്വർഗത്തിൽ അവിടെ ന്യായാസനങ്ങളെ കണ്ടു എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഇരിക്കുന്നവർക്ക് ന്യായവിധി അധികാരം കൊടുത്തു. ഇതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ന്യായവിധി അധികാരം പിതാവാം ദൈവം കൊടുത്തത് പുത്രനാണ്. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുമ്പോൾ എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. കർത്താവ് ലോകത്ത് വന്നപ്പോൾ പറഞ്ഞ കാര്യമാണ്. പിതാവിനെ എല്ലാവരും ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതേ പദവിയിലേക്ക് എന്ന് പറഞ്ഞാൽ അവനോട് സദൃശന്മാരാകുന്നവർ സിംഹാസനത്തിരിക്കാൻ യോഗ്യതയാകുന്ന ആൺകുട്ടിയായി ഇവിടുന്ന് എടുക്കപ്പെടുന്ന ആദിജാതന്മാരുടെ സഭ സ്വർഗാദി സിംഹാസനത്തിലെ കുഞ്ഞാടിന്റെ സിംഹാസനമാകുന്ന ആ സിംഹാസനം 24 സിംഹാസനങ്ങളായി മാറുമ്പോൾ അവയിൽ ഇരിക്കുമ്പോൾ ആരാണോ ആ സിംഹാസനത്തിരുന്നത് അവനുള്ള സകല അധികാരവും അവന്റെ മണവാട്ടിക്ക് ലഭിക്കുന്നു. രാത്രിയിൽ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇവിടെ ആരും ബഹുമാനിച്ചില്ലെങ്കിലും ബഹുമാനിക്കപ്പെടേണ്ടവരാണ് ദൈവസഭയുടെ അംഗങ്ങൾ, ദൈവസഭയുടെ മണവാട്ടി സഭ. ഇവിടെ നമ്മളെ ആരും അംഗീകരിക്കത്തില്ലായിരിക്കാം, ബഹുമാനിക്കത്തില്ലായിരിക്കാം, അപമാനിക്കാം, വിശ്വാസത്തിൽ വന്നതിന്റെ പേരിൽ നിന്ന സഹിക്കേണ്ടി വരാം. എന്നാൽ പിതാവാം ദൈവം പറഞ്ഞു, നിന്ന എൻ്റെ പുത്രൻ സഹിച്ച് അവൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജയാളിയായി സിംഹാസനത്തിരുന്നവനാ, മുഖത്ത് തുപ്പലേറ്റവനാ, സകല അധികാരവും അവന് ഞാൻ കൈമാറിയിരിക്കുക. അവനെ ബഹുമാനിക്കണം, ബഹുമാനത്തിന് യോഗ്യനാണ്. അതുപോലെ അവനോട് ചേരുവാനുള്ള ഈ മൺപൊടികളാകുന്ന ഞാനും നിങ്ങളും ആ ഭാഗ്യപദവിയിലേക്ക് എത്തിയാൽ കുഞ്ഞാടിന് ലഭിക്കുന്ന അതേ അധികാരത്തിനും അവനോട് സദൃശന്മാരാകുന്നത് കൊണ്ട് അവന് ലഭിക്കുന്ന ബഹുമാനത്തിന്റെ ഭാഗം പങ്കുകൊള്ളുവാൻ ഭാഗ്യം ലഭിക്കുന്ന ദൈവസഭയുടെ മണവാട്ടി സഭയ്ക്കായി
ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ മർമ്മം മാറിപ്പോകരുത്. നിന്ന് സഹിച്ചാൽ ഭാരപ്പെടരുത്, കഷ്ടം സഹിച്ചാൽ വിഷമിക്കരുത്. നമുക്ക് ലഭിക്കാൻ പോകുന്ന തേജസ്സുള്ള അധികാരത്തെ ഓർക്കുമ്പോൾ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, കുഞ്ഞാടാം ദൈവം അവൻ ന്യായവിധി നടത്തുവാൻ അവന് സകല അധികാരവും പുത്രന് പിതാവാൻ ദൈവം കൊടുത്തിരിക്കുമ്പോൾ അവനോട് ചേരുന്നവർക്കും അതേ അധികാരമുണ്ടെന്ന് വെളിപ്പാട് 20 4 വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് നാം ന്യായം വിധിക്കപ്പെടുന്നവരാ, ഇന്ന് കുറ്റം ചുമത്തപ്പെടുന്നവരാ, അപവാദമേൽക്കുന്നവരാ, നിന്ന് സഹിക്കുന്നവരാ, ബഹുമാനമില്ലാത്തവരാ, തള്ളിക്കളയപ്പെടുന്നവരാ. ഞാൻ പറഞ്ഞല്ലോ, ഒരു പരിധി വരെ ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ളവരാ. ഇന്ന് ബഹുമാനവും സ്ഥാനവും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്നും കഷ്ടപ്പെടാതല്ല ഇത് ലഭിച്ചിരിക്കുന്നത്. പ്രാർത്ഥിച്ചതിൻ്റെ പേരിലും സുവിശേഷം അറിയിച്ചതിൻ്റെ പേരിലും ഒക്കെ എത്രയോ നിന്ദകൾ സഹിച്ചിട്ടുണ്ടല്ലേ. രാത്രിയിൽ മറന്നു പോകരുത്. സ്വന്തം ആൾക്കാരുടെ ഇടയിൽ നിന്ന് സഹിച്ചിട്ടില്ലേ, ഭാരപ്പെട്ടിട്ടില്ലേ, പ്രയാസപ്പെട്ടിട്ടില്ലേ? വിശ്വാസം വന്നതിൻ്റെ പേരിൽ, തികവുള്ളവരായി നിൽക്കുന്നതിൻ്റെ പേരിൽ, പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നതിന് വേണ്ടി, വചനത്തിന് വേണ്ടി നിൽക്കുന്നതിന് വേണ്ടി കഷ്ടം സഹിച്ച് തള്ളപ്പെട്ടവരാണ്. ഭയപ്പെട്ടു പോകണ്ട, പേടിക്കണ്ട. ദൈവം ഒരുക്കുന്ന ബഹുമാനമുണ്ട്. കർത്താവ് പറഞ്ഞു, എന്നെ ആദരിക്കുന്നവനെ ഞാൻ ആദരിക്കും, എന്നെ ബഹുമാനിക്കുന്നവനെ ഞാൻ ബഹുമാനിക്കും. എന്നെ നിന്നതിനായി തീരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബഹുമാനത്തിന് നമ്മെ യോഗ്യരാക്കി തീർക്കുന്നത് പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. കുഞ്ഞാടിന്റെ സിംഹാസനത്തിലിരിക്കുന്ന നമുക്ക് ലഭിക്കുന്ന അധികാരം അവനോടുകൂടെ ന്യായം വിധിപ്പാനുള്ള അധികാരമാണ്. അതേക്കുറിച്ച് യേശു കർത്താവ് പറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് എന്ത് ലഭിക്കുമെന്ന് ശിഷ്യന്മാർ പരശുശ്രൂഷയിൽ യേശുവോട് ചോദിച്ചിരുന്നു. അപ്പോൾ സകലവും വിട്ട് യേശുവിനെ അനുഭവിക്കുന്നതാണ്. ഒരു ചോദിച്ചപ്പോൾ മത്തായി സുവിശേഷം 19:27 യേശുവോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12നെയും ന്യായം വിധിക്കുന്ന സത്യമാണ് ഞങ്ങളോട് പറയുന്നത്. ഇസ്രായേൽ ഗോത്രം 12നെയും ന്യായം വിധിക്കുവാനുള്ള അഥവാ രണ്ടാമത്തെ വരവിൽ നടക്കുന്ന ജീവനോടുള്ളവരുടെ ന്യായവിധി നടക്കുന്ന സമയത്ത് സഹഗോത്രങ്ങളിൽ 12 പേരെ ന്യായം വിധിപ്പാനുള്ള 12 സിംഹാസനിരിക്കുന്ന അധികാരമുള്ളവരുണ്ട്. അപ്പോൾ ഇവരെ മാത്രമല്ല ന്യായം വിധിക്കുന്നത്. 1 കൊരിന്ത്യർക്ക് എഴുതിയ സഹഗോത്രങ്ങളെ ന്യായം വിധിക്കാനുള്ള അധികാരം 12 അപ്പോസ്റ്റലന്മാർക്കുണ്ട്. അത് നമ്മൾ 19:22 കർത്താവ് പറഞ്ഞു. സഭ സ്ഥാപിക്കപ്പെട്ടില്ല, അതുകൊണ്ട് അത് മർമ്മമായി വിളിച്ചിരുന്നു. എന്നാൽ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്ത്യർ 6-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ സിംഹാസനിരിക്കുന്നവർക്ക് ലഭിക്കുന്ന ന്യായവിധിയുടെ അധികാരം, ആരെയാണ് അവർ ന്യായം വിധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഉള്ള വ്യക്തത അവിടെ രേഖപ്പെടുത്തുക. ഇപ്പം നമ്മൾ ആരെയും ന്യായം വിധിക്കാനുള്ളവരല്ല. ഇപ്പം നമ്മൾ സമയത്തിന് മുമ്പാണ് ആരെയും വിധിക്കരുതെന്ന് പറയുന്നത്. സമയം വരട്ടെ, അന്നേരം വിധിക്കാം. വിധിക്കാനുള്ള അവകാശമുണ്ട്. ഇപ്പം വിധിക്കണ്ട, ഇപ്പം വിധിക്കാനുള്ള സമയമല്ല. ഇപ്പം നാം വിധിക്കപ്പെടേണ്ടവരാ. നാം നമ്മെ തന്നെ വിധിക്കേണ്ടവരാ. കർത്താവിന്റെ മേശയിലൊക്കെ വരും, നാം നമ്മെ തന്നെ വിധിക്കുന്നുവെങ്കിൽ ലോകത്തോട് ശിക്ഷാവിധിയിലകപ്പെടാതിരിക്കാൻ വേണ്ടിയാന്നൊക്കെ പറഞ്ഞ് നമ്മളെ ആരെയും വിധിക്കാൻ പാടില്ല. നമ്മളിപ്പോൾ നമ്മളെ ദൈവം അധികാരപ്പെടുത്തുന്ന ആ സമയമുണ്ട്. അന്ന് വരെയും അതിനുള്ള അധികാരമില്ല. ഇപ്പം നമുക്കറിയാം, ലോ കോളേജിൽ പഠിക്കുന്ന ഒരാൾക്ക് വിധിക്കാൻ പറ്റുമോ? പുള്ളിക്ക് നിയമമൊക്കെ അറിയാം, പക്ഷെ പറ്റത്തില്ല. അതിനുള്ള അധികാരം കിട്ടണമെങ്കിൽ അഡ്വക്കേറ്റിന് വിധിക്കാൻ പറ്റത്തില്ല. അത് വിധിക്കണമെന്നുണ്ടെങ്കിൽ അതിനെ അപ്പോയിൻമെന്റ് ചെയ്ത് ജഡ്ജസ് ആയിട്ട് അതിൻ്റെ അതിൻ്റെ അവിടെ ആ പദവിയിൽ ഇരുന്നെങ്കിലേ വിധിക്കാൻ പറ്റുകയുള്ളൂ. നമ്മളത് പഠിക്കുന്നൊക്കെ ഉണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, പക്ഷേ അധികാരം ലഭിച്ചിട്ടില്ല. അധികാരം ലഭിക്കുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മെ അപ്പോയിൻമെന്റ് ചെയ്യുന്നത് വെളിപ്പാട് 20-4 വാക്യത്തിലാണ്. എന്നാണത് ചെയ്യുന്നത്? സേനാ ദിവസത്തിന് മുമ്പാണ്. എന്തിനു വേണ്ടിയാ ചെയ്യുന്നത്? ന്യായവിധിയുടെ സമയം അടുത്ത് വരുന്നത് കൊണ്ട്. അപ്പോൾ കുഞ്ഞാടിനോട് ന്യായം വിധിപ്പാനുള്ള അധികാരം ലഭിക്കുന്നു. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ ആരെയൊക്കെ ന്യായം വിധിക്കും എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്ന് അറിഞ്ഞിരിക്കുന്നല്ലോ, എന്ന് അറിയുന്നില്ലയോ? 6-ാം വാക്യം. ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഈ കാര്യങ്ങൾ എത്രയധികം! ഈ 2 വാക്യത്തിൽ വളരെ വലിയ മർമ്മങ്ങൾ എഴുതിയിരിക്കുന്നത്. 2 ന്യായവിധികളോടുള്ള ബന്ധത്തിൽ നടക്കേണ്ടുന്ന കാര്യങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ഈ വചനം അതിനെ ഈ ദൈവം എന്ന് പറഞ്ഞാൽ ഈ ആറ്റം ന്യൂക്ലിയറൊക്കെ അതിനെ വിഭജിക്കുന്ന പോലെയാണ്. വേറിയം നമുക്ക് അറിയാം, ന്യൂക്ലിയർ ബോംബ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ അത് പറഞ്ഞാൽ വരികളുണ്ട്. അത് വിഭജിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ശക്തിയാണ്.
അപ്പോൾ അത് കാണാനില്ല എന്ന് പറഞ്ഞതുപോലെ ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനം എന്നുള്ളത്, അതിൽ മറഞ്ഞിരിക്കുന്ന ശക്തി ന്യൂക്ലിയർ ബോംബിലുള്ളതോ മറ്റുള്ള ഒരു ബോംബിലുള്ളതിനേക്കാൾ എത്ര വലിയ ശക്തിയാണെന്നറിയാമോ? ഈ ഒരു വചനമെടുത്ത് നമ്മളതിനെ അങ്ങ് ഡിവൈഡ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ, ഇതിനെ വിഭജിച്ചു കഴിഞ്ഞാൽ, ഇത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അകത്ത് ഈ പറയുന്ന കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ മഹത്വ സിംഹാസനം ഇരിക്കുമ്പോൾ ലോകത്തിലുള്ള സകല ജാതികളെയും കൂട്ടിവരുത്തുമ്പോൾ ദൈവത്തിൻ്റെ കുഞ്ഞാടാകുന്ന ക്രിസ്തു ന്യായാധിപനായിട്ടിരിക്കുമ്പോൾ അവനോടുകൂടെ 24 സിംഹാസനം ഇരിക്കുന്ന പദവിയിലേക്ക് വരുന്ന ദൈവസഭയാണ്. അപ്പോൾ നമ്മൾ കൂടിയാണ് ആ പ്രധാന ജഡ്ജിയായിരിക്കുന്ന കർത്താവിനോടുകൂടെ സക ജഡ്ജിമാരായിട്ടിരിക്കേണ്ടത്. നമ്മുടെ പദവി മനസ്സിലായോ? നമുക്കറിയാമല്ലോ, ഇന്നത്തെ സിസ്റ്റം നോക്കുമ്പോൾ സുപ്രീം കോടതി അല്ലെങ്കിൽ ഏത് കോടതി നോക്കിയാലും ഒരു ചീഫ് ജസ്റ്റിസ് കാണും, അതിനോടനുബന്ധമായിട്ടുള്ള സക ജഡ്ജിമാർ കാണും. അപ്പം ഇവിടെ വാദപ്രതിവാദങ്ങൾക്ക് സാഹചര്യമില്ല. മുഴുവൻ ആയിട്ടുള്ളവരെ കൂട്ടിവരുത്തുമ്പോൾ ഇവിടെ അന്ന് ആ സിംഹാസനത്തിന് മുമ്പാകെ ന്യായം വിധിക്കുമ്പോൾ ഇടയനാണ് ആടുകളെ വേർതിരിക്കുന്നത്, കോലാടുകളും ചെമ്മരിയാടുകളും തമ്മിൽ വേർതിരിക്കുന്നത്. ദൂതന്മാരെ പോയി വിട്ട് സകലരെയും അവിടെ ചേർത്ത് വരുന്നത്. ഞാനത് അന്നേരം പഠിപ്പിക്കേണ്ട, പക്ഷേ ഇത് പറഞ്ഞു പോകുന്നത് അധികാരം മനസ്സിലാകാൻ വേണ്ടിയാണ്. അത് നമ്മളത് അന്ന് പഠിക്കും. ഒരു അന്ന് ന്യായവിധിയുടെ അധികാരം നമുക്ക് ലഭിക്കുമ്പോൾ സുപ്രീം ജഡ്ജായിരിക്കുന്ന യേശുക്രിസ്തുവിനോട് കൂടെ സക ജഡ്ജിമാരായി, അന്ത്യന്യായവിധി അന്ത്യന്യായവിധി പുസ്തകം ആരെങ്കിലും ഇതുവരെ വായിച്ചിട്ടില്ലെങ്കിൽ പുസ്തകം വായിച്ചതിനകത്ത് ഇതേക്കുറിച്ച് വളരെ സവിസ്തരമായിട്ട് എഴുതിയിട്ടുണ്ട്, വളരെ കാര്യമായി പഠിപ്പിച്ചിട്ടുണ്ട്, അതേക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ആരെങ്കിലും മനസ്സിലായിട്ടുള്ളത് വായിച്ചാൽ മതി. അപ്പോൾ ജീവനോടിരിക്കുന്നതോട് അന്ത്യന്യായം നടക്കുന്ന സമയത്ത് ക്രിസ്തുവിനോട് കൂടെ ന്യായം വിധിക്കാൻ അധികാരം ലഭിക്കുമ്പോൾ ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കാനുള്ള അധികാരം ഇസ്രായേലിൽ നിന്ന് ദൈവത്തെ തിരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാർക്ക് ലഭിക്കുന്നു. പൗലോസ് ഉൾപ്പെടെയുള്ള ജാതികളുടെ അപ്പോസ്തലന്മാരായിട്ടുള്ള 12 പേരോട് പ്രതികാരം ചെയ്യുന്നവരാണ് ജാതികളെ, അതാണ് ലോകത്തെ ന്യായം വിധിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്രായേൽ ഗോത്രങ്ങളെ 12 പേരെ ന്യായം വിധിക്കും, ലോകത്തെ അഥവാ ജാതികളെ ന്യായം വിധിക്കും. ആ 2 ന്യായവിധി നടക്കുന്നത് ഈ പറയുന്ന കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത്തിൽ നടക്കുന്ന കാര്യമാണ്. എന്നാൽ വേറൊരു ഭാഗം വഹിക്കുന്നത്, നിങ്ങൾ ദൂതന്മാരെ ന്യായം വിധിക്കുമെന്ന്, ദൂതന്മാരെ വിധിക്കുമെന്ന് പറയാം. അവിടെ ദൂതന്മാരെ വിധിക്കുമെന്ന് പറയുന്നത് അല്ലേ? നിങ്ങൾ വിധിക്കുമെങ്കിൽ ലോകത്തെ വിധിക്കും, വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുന്നുവെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആ കാര്യങ്ങൾ എത്രയധികം. ഇത് ദൂതന്മാരെ അന്നല്ല ന്യായം വിധിക്കുന്നത്, അന്നല്ല അവരെ വിധിക്കുന്നത്. ദൂതന്മാരെ വിധിക്കുന്നത് ഒടുക്കത്തെ നാളിലാണ് എന്നാണ് നമ്മൾ പഠിക്കും. ഞാൻ ജസ്റ്റ് ഹിൻഡിട്ട് പോവുകയാണ്. ഇത് സംശയം ആരുടെ മനസ്സിൽ കിടക്കാതിരിക്കാൻ വേണ്ടിയാ ഹിൻഡിട്ട് പോകുന്നത്. അല്ലെങ്കിൽ ദൂതന്മാരെ വിധിക്കുന്ന ഇദ്ദേഹം പറയുന്നുണ്ട്, പക്ഷെ അതൊക്കെ എങ്ങനെയാണെന്നുള്ള സംശയം വരും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഈ കർത്താവിൻ്റെ മഹത്വ സിംഹാസനത്തിലെ രണ്ടാമത്തെ വരവെങ്കിൽ നടക്കുന്ന മഹത്വ സിംഹാസനത്തിലുള്ള ന്യായവിധിയിൽ മരിച്ചു പോയ ഒരൊറ്റ വ്യക്തികളെയല്ല അവിടെ വിധിക്കുന്നത്. അത് ഇസ്രായേൽ ഗോത്രങ്ങൾ, ഇസ്രായേലുള്ളവരെ കൂട്ടിവരുത്തും, സകല ജാതിയിലെ ദൂതന്മാർ കൂട്ടിവരുത്തും, ഇടത്തും വലത്ത് നിർത്തും. അവരെയാണ് ന്യായം വിധിച്ച്. ഇടത്തുള്ളവരെ നിത്യനരകാഗ്നിയിൽ തളിക്കും, വലത്തുള്ളവരാണ് 1000 ആണ്ട് വാഴ്ചയ്ക്ക് പ്രവേശിക്കുന്ന നീതിമാന്മാരായിട്ടുള്ളവർ. പിന്നീട് 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ട് സമുദ്രം ഞങ്ങളോട് ഏൽപ്പിച്ചു കൊടുത്തു, പാതാളം ഞങ്ങളോട് ഏൽപ്പിച്ചു കൊടുത്തു, മരണവും ഏൽപ്പിച്ചു, നരകവും മരണവും നരകവും പാതാളം ഏൽപ്പിച്ചു കൊടുക്കുന്നവരുടെ നിത്യനരകാഗ്നിയിൽ തള്ളിക്കളയും. അവരെയാണ് അത് നടക്കുന്നത്. അന്നാണ് പാതാളം ഏൽപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ അകത്ത് ആരുണ്ടെന്ന് പറയാമോ? ആരുണ്ട്? ഓക്കെ, ഇപ്പം നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യണ്ട. ഞാനത് ചോദ്യമായിട്ടൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ചോദ്യം ഉണ്ടാകണം. പാതാളം ആരെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്? പാതാളം ഏൽപ്പിച്ചു കൊടുക്കുന്നത് അന്ന് പാതാളം ഏൽപ്പിച്ചു കൊടുക്കുന്ന ആരെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്? ആർക്കെങ്കിലും മനസ്സിനകത്ത് തെളിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതിനകത്ത് ഞാൻ വേഗത്തിൽ പറയാം. പാപികളായിട്ടുള്ളവരെ ഏൽപ്പിച്ചു കൊടുക്കും. അന്നാണ് ഭൂതാത്മാക്കളും അവരുടെ ശരീരത്തോടുകൂടി പുനരുത്ഥാനം പ്രാപിച്ച് ദൈവസിംഹാസനം വരുന്നത്. ഭൂതങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങളെ പാതാളത്തിലേക്ക് അയക്കരുതെന്ന്. അപ്പോൾ നോഹയുടെ പ്രളയ സമയത്ത് മരിച്ചുപോയ അന്നത്തെ അമാനുഷികരായിട്ടുള്ളവരുടെ ആത്മാക്കളെ ദൈവം വിട്ടിരിക്കുന്നത് പാതാളത്തിലാണ്. അന്ന് അവരുടെ ആത്മാക്കളെ അലഞ്ഞു തിരിയാൻ വേണ്ടി അനുവദിച്ചു. അവരെ ദൈവം പാതാളത്തേക്ക് വിട്ടില്ല. അവരാണ് യേശു കർത്താവ് ലോകത്തിൽ വന്നപ്പോൾ പറഞ്ഞത്, നീ സമയത്തിന് മുമ്പ് വന്നുവോ, ഞങ്ങളെ പാതാളത്തിലേക്ക് അയക്കരുതെന്ന് അവർ പറഞ്ഞു. അപ്പോൾ നോഹയുടെ പ്രളയ സമയത്താണ് അമാനുഷ്യരായിട്ടുള്ള മനുഷ്യരുണ്ടായിരുന്നു. അവർ മരിച്ചപ്പോൾ
അന്ന് മരിച്ചുപോയ മനുഷ്യരുടെ ആത്മാക്കളെ ദൈവം നരകത്തിലേക്ക് വിടേണ്ട നരകത്തിലേക്കും പാതാളത്തിൽ പോയി. എന്നാൽ അന്ന് മരിച്ചുപോയ അമാനുഷിക മനുഷ്യരുടെ ആത്മാക്കളാണ് അലഞ്ഞു തിരിയുന്ന ഭൂതാത്മാക്കളെ സേനയായി മാറിയത്. അവരുടെ പ്രവൃത്തി ആണ് ഉള്ളത്. കർത്താവിനോട് പറയുകയാണ്, നീ സമയത്തിന് മുമ്പ് വന്നോ, ഞങ്ങളെ പാതാളത്തിലേക്ക് വിടരുതെന്ന് പറയുക. അപ്പോൾ ഒടുക്കത്തെ നാളിൽ പാതാളത്തിലേക്ക് അയക്കപ്പെട്ട് അവിടുന്ന് ഈ ഭൂതാത്മാക്കളും അന്ന് പാവികളോടുകൂടെ പുനരുത്ഥാനം പ്രാപിച്ച് അവിടെ വരും. അന്ന് വെള്ളസിംഹാസനം മുമ്പാകെ വരും. നരകത്തിൽ പാപം ചെയ്ത ദൂതന്മാരെ ബന്ധിച്ചിട്ടിട്ടുണ്ട്. എന്ന് പാപം ചെയ്തവരാ? നോഗയുടെ പ്രളയത്തിന് മുമ്പ് സ്വന്തം വാസസ്ഥലം വാഴ്ച കാത്തുകൊള്ളാതെ വാസസ്ഥലം വിട്ടുപോയി ഭൂമി വന്ന അതിക്രമം മ്ലേച്ഛത പ്രവർത്തിച്ച ദൂതന്മാരെ അന്ധതമസിന് ചങ്ങലക്കിട്ട് പൂട്ടി നരകത്തിലാക്കിയിട്ടുണ്ട്. അതുപോലുള്ള ദുഷ്ടദൂതന്മാരെ എല്ലാം നരകത്തിലാക്കിയ ശേഷമായി നരകം അവരെ ഏൽപ്പിച്ചു കൊടുക്കും. അപ്പോൾ ഈ ദൂതന്മാരെ വിധിക്കുന്നത് ഒടുക്കത്തെ നാളിൽ നമ്മളതേക്കുറിച്ച് ഇനിയും പഠിക്കും. പക്ഷെ ഇത് മനസ്സിലാക്കി വന്നപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ ഇതോടെ പറഞ്ഞു പോയില്ലെങ്കിൽ ആ സംശയങ്ങളുടെ മനസ്സിൽ കിടക്കും. പിന്നെ ഒന്ന് പറഞ്ഞതുകൊണ്ട് അന്നേരം പഠിക്കുമ്പോൾ അത് എളുപ്പമാകുമല്ലോ, ഓർത്തിരിക്കണമേ എന്നും വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് നേരിട്ട് വേണേൽ ചോദിക്കാം, അടുത്ത ക്ലാസ്സിൽ മുമ്പ് ചോദിക്കാം, യൂട്യൂബിലൂടെയോ ഏതെങ്കിലും മേധത്തിൽ നമ്മൾ ചോദിക്കാം. പഠിക്കുന്നതിന് മുമ്പായിട്ട് ഓർത്ത് വെക്കണമെന്ന് ഓർപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കൊരിന്ത്യർ ലേഖനത്തിന്റെ 6-ാം അധ്യായം 2-ാം വാക്യത്തിൽ 2-3 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് വലിയ 2 മർമ്മങ്ങൾ. 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് കർത്താവിന്റെ 2ാമത്തെ വരവെങ്കിൽ നടക്കുന്ന ജാതികളെയും അന്ന് ജീവനോടിരിക്കുന്ന സകല മനുഷ്യരെയും ഇസ്രായേൽ ഗോത്രത്തിൽ തെറ്റ് ചെയ്തവരെയുമാണ് അന്ന് ന്യായം വിധിക്കുന്ന 6-ാം അധ്യായം 2-ാം വാക്യത്തിൽ. 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ദൂതന്മാരെ വിധിക്കുമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒടുക്കത്തെ നാളിൽ നടക്കുന്ന മരിച്ചുപോയ സാവാലബദ്ധമായിരിക്കുന്ന സകല ശിക്ഷകളുടെയും ന്യായവിധിയാണ് അന്ന് നടക്കുന്നത്. അന്ന് ദൂതന്മാരെ വിധിക്കുന്ന സിംഹാസനത്തിലും നമ്മളിരിക്കും. ചുരുക്കത്തിൽ ഞാൻ പറയാം എവിടെയൊക്കെയാണ് ദൈവസഭ എടുക്കപ്പെട്ടാൽ ഇരിക്കുന്നത് എന്നുള്ളത് ഞാൻ വേഗത്തിൽ പറയാം. ഒന്ന്, ഇവിടുന്ന് എടുക്കപ്പെട്ടാൽ അന്നു മുതൽ കുഞ്ഞാടിനോട് കൂടെ അവന്റെ സിംഹാസനത്തിരിക്കും. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഈ താണഭൂമിയിൽ നിന്ന് കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെട്ടാൽ നമ്മുടെ പദവി നാം എത്തിച്ചേരുന്നത് കർത്താവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിലിരിക്കും. ആ വലിയ പദവിയും സ്ഥാനത്തെയും കണ്ടുകൊണ്ട് നാം അഹങ്കരിക്കുകയല്ല, ഏതെങ്കിലും വിധത്തിൽ എനിക്കത് പ്രാപിച്ചെടുക്കണം എന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടെ വേണം നാം ഈ ലോകത്തിൽ ജീവിക്കുവാൻ. ഇന്ന് രാത്രി സന്ദേശം കേൾക്കുമ്പോൾ 3 സ്ഥലങ്ങളിൽ ഇടുന്ന സിംഹാസനം ഇരിപ്പാനുള്ള ഭാഗ്യമുണ്ട്. ഒന്ന്, സ്വർഗത്തിലെ സിംഹാസനം സ്ഥിരമായിട്ടുള്ളതാ. ആ സിംഹാസനം ഇരിപ്പാനുള്ള ഭാഗ്യം ദൈവമക്കൾക്കുണ്ട്. ഈ ഭൂമിയുള്ള ബന്ധത്തിലെ ഈ സ്വർഗത്തോടുള്ള ഭൂമിയുള്ള ബന്ധത്തിലും വരാനുള്ള ലോകത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ നോക്കിയാൽ 4 സ്ഥലങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് രാത്രി അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താണ് നമുക്ക് ലഭിക്കുന്ന ബഹുമാനം, എന്താണ് ദൈവസഭയ്ക്ക് ലഭിക്കുന്ന അധികാരം, എന്താണ് ദൈവസഭയ്ക്ക് ലഭിക്കുന്ന ഭാവി സംബന്ധമായ പ്രത്യാശ എന്നെന്ന് പറയുമ്പോൾ ഇവിടെ ചെറിയൊരു കാര്യമല്ല. നിത്യതയുടെ സൗഭാഗ്യം ഓർക്കുമ്പോൾ നമുക്ക് ദിവസങ്ങളിൽ സന്തോഷിപ്പാൻ, ഏറെ സന്തോഷിപ്പാൻ, ശൈകളിൽ കിടന്ന് ഭക്തന്മാർ ഘോഷിച്ചുല്ലസിക്കുന്നത് പറഞ്ഞതുപോലെ നമ്മുടെ കിടക്കകളിൽ കിടന്ന് നെടുവീർപ്പിടുവാനല്ല, യേശു കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന സ്വർഗീയ പദവിയെ ഓർത്തുകൊണ്ട് ഉല്ലസിച്ച് ഘോഷിക്കുവാൻ അവർ ശൈകളിൽ കിടന്ന് ഘോഷിച്ചുല്ലസിക്കട്ടെന്ന പറഞ്ഞിരിക്കുന്നത്. മരിച്ചുപോയി കിടഞ്ഞാലും നമ്മുടെ ശരീരം കാത്തു കിടക്കുന്നത്, അതെ, ഭക്തന്മാരുടെ ശരീരം അവരെ ഘോഷിച്ചുല്ലസിക്കുവാൻ കാത്തു കിടക്കുകയാണ്. അനേക ഭക്തന്മാർ പൗലോസിന്റെയും പത്രോസിന്റെയും യോഹന്നാന്റെയും ഒക്കെ ശരീരങ്ങൾ ഈ ഭൂമിയിൽ മണ്ണോട് ചേർന്ന് അവർ ഈ ലോകത്തോട് ചേർന്ന് അവിടെ ആത്മാക്കൾ 3-ാം സ്വർഗത്തിൽ വിശ്രമിക്കുക. കുഞ്ഞാടിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ അങ്ങനെയുള്ളവർ അവർ എഴുന്നേറ്റ് ഘോഷിച്ചുല്ലസിക്കും. അതോടുകൂടി ജീവനോടിരിക്കുന്ന നാമും രൂപാന്തരപ്പെട്ട് ഘോഷസ്വരത്തോടുകൂടി സിംഹാസനത്തിലേക്ക് എടുക്കപ്പെടും. പിന്നീട് ഒരു നാളും താഴ്ചയില്ല, നീ ഉയർച്ച തന്നെ പ്രാപിക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഉയർച്ച മാത്രമേ ഉള്ളൂ. ഇന്ന് ഈ താഴ്ചയുടെ ലോകത്തിൽ നമുക്ക് താഴ്ചകളുണ്ടെന്നാൽ നാം ഉയർത്തപ്പെട്ടു കഴിഞ്ഞാൽ, ഈ ശരീരം ഉയർത്തപ്പെട്ടു കഴിഞ്ഞാൽ
നമുക്ക് ലഭിക്കുന്ന പദവി ലഭിച്ചു കഴിഞ്ഞാൽ അവനോട് കൂടെ എന്നും നാം സിംഹാസനിരിക്കാം എന്നുള്ളതാ പറഞ്ഞിരിക്കുന്നപ്പോൾ കുഞ്ഞാടിനോട് സിംഹാസനിരിക്കും. കർത്താവ് മഹത്വ സിംഹാസനിരിക്കുമ്പോൾ അവനോടുകൂടെ മഹത്വ സിംഹാസനിരിക്കും. 3, ഒടുക്കത്തെ നാളിൽ ദൂതന്മാരെ ക്രിസ്തിരിക്കുന്ന മരിച്ചുപോയവരുടെ ആപാലബന്ധം നിൽക്കുമ്പോൾ ന്യായം വിധിക്കേണ്ടവർ ന്യായം വിധിക്കുവാൻ വെള്ള സിംഹാസനത്തിൽ അവനോട് കൂടിയിരിക്കും. നിത്യതയിൽ പിതാവാ ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ സിംഹാസനത്തിൽ നമ്മുടെ പേരവിടെ പറഞ്ഞിട്ടില്ല, പക്ഷേ കുഞ്ഞാടിൽ ഞാനും നിങ്ങളും ഉണ്ടായിരിക്കും. അതുകൊണ്ട് നാം കാണപ്പെടാൻ പോകുന്ന, നാം ഇരിക്കാൻ പോകുന്ന 4 സിംഹാസനങ്ങൾ ഇന്ന് രാത്രിയിൽ ഓർക്കണം. 1, ഇവിടെ നമുക്ക് സിംഹാസനങ്ങളില്ല, ഇവിടെ നമുക്ക് സ്ഥാനങ്ങളില്ല, മാനങ്ങളില്ല, ബഹുമാനമില്ല. എന്നാൽ നമുക്കിതെല്ലാം നൽകുന്ന, ഇവിടെ ഭൂമിയിൽ നാം ക്രിസ്തു യേശുവിൻ്റെ മക്കളായി തീർന്നതുകൊണ്ട് ആദ്യമൊക്കെ ഒരുപാട് തള്ളലുകളും ഒക്കെ ഉണ്ടാകും. പക്ഷെ എന്നാൽ ദൈവം നമ്മുടെ സ്ഥിതി മാറ്റുമ്പോൾ നിങ്ങളെപ്പോലെ അനുഗ്രഹിക്കപ്പെട്ടില്ലെന്ന് പറയുന്ന ഒരു സ്ഥിതിയും ഉണ്ടാകും. നമുക്ക് വേണ്ടി ബഹുമാനം നമ്മുടെ ജീവിതത്തോട് ബന്ധത്തിലും ദൈവം നൽകും. കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ച ഒരു ദൈവം ആദരിക്കും. അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കൽ. ലോകത്തെ വെളിപ്പെടുത്തും. മരിക്കുന്നതിന് മുമ്പായി ദൈവം അത് വെളിപ്പെടുത്തും. നാം മരിച്ച ശേഷമായി പുനരുത്ഥാനം പ്രാപിച്ച് അതല്ല രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗീയ സിംഹാസനത്തിൽ നമ്മൾ ഇരിക്കും. പിന്നീട് കുഞ്ഞാടിരിക്കുന്ന മഹത്വ സിംഹാസനത്തിൽ അവൻ ഇരിക്കുമ്പോൾ അവനോട് കൂടി ഇരുന്ന് അന്ന് ലോകത്തെ ന്യായം വിധിക്കുന്നവരിൽ ദൈവസഭയുടെ മണവാട്ടി സഭ ഉണ്ടായിരിക്കും. പിന്നീട് 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ് വെള്ള സിംഹാസനത്തിന് ഇരിക്കുമ്പോൾ അന്ന് ദൂതന്മാരെ വിധിക്കുന്നവരുടെ ബന്ധത്തിൽ ദൈവസഭ അവനോട് കൂടെ സിംഹാസനം. പിന്നീട് പുതിയ ആകാശ പുതിയ ഭൂമിയിൽ ഞാൻ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെ സിംഹാസനം കണ്ടു എന്ന് പറഞ്ഞിരിക്കുന്നതിൽ അവിടെ കുഞ്ഞാടിനോട് കൂടെ ഒന്നായി ചേർന്ന മണവാട്ടി സഭയും ഉണ്ടായിരിക്കും. രാത്രിയിൽ ഈ ന്യായാസനങ്ങളെ കണ്ടു, ഇരിക്കുന്നവർക്ക് ന്യായ അധികാരം കൊടുത്തു എന്ന് പറയുമ്പോൾ ഈ അധികാരം ലഭിക്കുന്നത് പിതാവാം ദൈവം തൻ്റെ പുത്രനോടുകൂടെ ചേരുവാനുള്ള മണവാട്ടി സഭയെ അധികാരപ്പെടുത്തി ജഡ്ജസാക്കി മാറ്റി അവനോടുകൂടെ ന്യായവിധിയുടെ അധികാരമെല്ലാം കൊടുത്തു നിർത്തുന്നു. ആ സമയത്തോട് ബന്ധത്തിൽ തുടർന്ന് കാണുന്നത് യേശുവിനോടുകൂടെ 1000 ആണ്ട് വാഴുവാൻ വേണ്ടി പുനരുത്ഥാനം പ്രാപിക്കാനുള്ള രക്തസാക്ഷികളാകുന്ന നഗരത്തിന്റെയും ഗോപുരങ്ങളുടെയും ഭാഗമായി തീരാനുള്ളവരുടെ പുനരുത്ഥാനത്തെ കുറിച്ചാണ് 1ാമത്തെ പുനരുത്ഥാനം പറഞ്ഞിരിക്കുന്നത്. അതേക്കുറിച്ച് ദൈവം വെച്ചാൽ നാളെ നമ്മൾ ചിന്തിക്കും. അപ്പോൾ സേനാ ദിവസത്തെക്കുറിച്ചുള്ള പഠനത്തിലേക്ക് നാം പ്രവേശിപ്പാനുള്ള തുടക്കം നമ്മൾ ഇന്ന് രാത്രി ഇട്ടിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന വലിയ പദവികളെ ഓർത്തുകൊണ്ട് രാത്രിയിൽ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും പുകഴ്ചയും കരയേറ്റുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ വളരെ വിനയത്തോടും താഴ്മയോടും കൂടി കർത്താവേ ഞാൻ യോഗ്യനല്ല. എത്ര പേർക്ക് രാത്രി നമ്മൾ എന്ത് യോഗ്യതയാണ് ഉള്ളത്? നമ്മൾ എന്താ ദൈവത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നത്? നമ്മളെക്കാൾ കഷ്ടപ്പെടുന്ന എത്രയോ പേർ പല പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരുണ്ട്. അവിടെ ജീവിതം പോലും കളയുന്ന എത്രയോ പേരുണ്ട്. തീവ്രവാദത്തിന് മറ്റുള്ളവർ വേണ്ടി എത്രയോ പേര് അവര് ഒന്നും പ്രയോജനമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി കഷ്ടം സഹിക്കുന്നു. അവർ ജീവിതത്തെ ഇല്ലാതാക്കി കളയുന്നു. എന്നാൽ നല്ല കാര്യത്തിന് വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവജനമേ, നമുക്ക് അല്പസമയം കഷ്ടങ്ങളോ പരീക്ഷകളോ ഒക്കെ വരുമ്പോൾ നാം ദിവസങ്ങളിൽ പതറിപ്പോകരുത്, ഭാരപ്പെട്ടു പോകരുത്. നമ്മെ കർത്താവ് പടുത്തെടുത്ത് നമുക്ക് ഇവിടെയും ഒരുപാട് ലോകത്തിലുമെല്ലാം നമുക്ക് താൻ പോകുന്ന ശ്രേഷ്ഠമേറിയ പദവിക്കായി സ്തോത്രം ചെയ്യാം. നാം അവനോട് കൂടെ സ്വർഗീയ സിംഹാസനത്തിൽ ഇരിക്കും. അവനോടുകൂടെ നാം മഹത്വ സിംഹാസനങ്ങളിൽ നമ്മൾ ഇരിക്കും. അവനോടുകൂടെ നാം വെള്ള സിംഹാസനത്തിൽ ഇരുന്ന് ദൂതന്മാരെ ഒക്കെ ന്യായം വിധിക്കും. വരുമാനുള്ള ലോകത്തിൽ കുഞ്ഞാടിനോട് കൂടെ നമ്മളും ഉണ്ടായിരിക്കും എന്നുള്ള വലിയ പ്രതീക്ഷയോടും പ്രത്യാശയോടും ആത്മീയ ദർശനത്തോടും കൂടി ഇന്ന് രാത്രിയിൽ നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. നമുക്ക് ലഭിക്കാൻ പോകുന്ന വലിയ ഭാഗ്യകരമായ പദവിയെ ഓർക്കുമ്പോൾ അതെ, നമുക്ക് ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി നമ്മളെ വിനയത്തോടെ സമർപ്പിക്കാൻ. നമ്മുടെ തലമുറക്ക് നഷ്ടപ്പെട്ടു പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര ഉന്നതമായ സ്ഥാനം അലങ്കരിച്ചാലും ലോകത്തിൽ അതെല്ലാം താൽക്കാലികമാണ്. നമുക്കിവിടെ എന്തെല്ലാം സ്ഥാനമുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ കൊണ്ട് തീർന്നു. ഒരുപക്ഷെ ചില അടുത്ത തലമുറകളൊക്കെ അറിയപ്പെടുമായിരിക്കും, എഴുതപ്പെടുമായിരിക്കും, കുറെ നാളുകൾ അറിയപ്പെടുമായിരിക്കും. കർത്താവിന് വേണ്ടി അവൻ്റെ മണവാട്ടിയായി ആദിയാതമായിട്ട് സഭയിൽപ്പെട്ട് കഴിഞ്ഞാൽ നിത്യയുഗം ഒരിക്കലും അവസാനമില്ലാത്ത ആനന്ദത്തിന്റെ, സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, അധികാരത്തിന്റെ പദവിയിലേക്ക് ഉയർത്തപ്പെടാമെന്നുള്ള സന്ദേശം പരിശുദ്ധാത്മാവ് അറിയിക്കുന്ന സന്ദേശം കൈമാറിക്കൊണ്ട് ഇന്നത്തെ തിരുവചന പഠനത്തിൽ ഞാൻ വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാളെ 1ാമത്തെ പുനരുത്ഥാനം നടക്കുന്ന ഇടിനാഥത്തിൽ മാഞ്ഞിരിക്കുന്ന 2ാമത്തെ ദിവസമാകുന്ന സേനാ ദിവസത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തും. അതിനായി പ്രാർത്ഥനയോടെ ആയിരിക്കാൻ കർത്താവ് താമസിച്ച് വീണ്ടും കാണാം. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.